മീറ്ററിന് 200 വെച്ചാണ് 250 ഒക്കെ വരും. 250 പെർ മീറ്ററിന് കേട്ടോ. ഷിമ്മർ അതും ഡബിൾ കളറിൽ. ജയ്പൂർ കോട്ടിനൊക്കെ സ്റ്റാർട്ടിങ് തന്നെ ജസ്റ്റ് മീറ്ററിന് 100 റുപ്പീസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് എനിക്ക് കുറച്ച് യൂണിക് ആയിട്ട് തോന്നി. നല്ലൊരു ഇക്കത്തിന്റെ മോഡല് കണ്ടോ. ഇതൊക്കെ 50% ഓഫിലാണ്. വേഗം വന്നോട്ടോ, വേഗം കൊണ്ടുപോകാം. 200 ആ റേഞ്ചിന്റെ ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ളത്. കല്യാണ പാർട്ടികളൊക്കെ ഒത്തിരി വരാറുണ്ട് ഇവിടെ. ഡയബിൾ മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആണെന്ന് അടുത്ത 20% ഡിസ്കൗണ്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളത്. ഇവിടെ തന്നെ മെറ്റീരിയൽ എടുക്കും, ഇവിടെ തന്നെ അതിനെ ഡിസൈൻ ചെയ്യിപ്പിക്കും. ഇതൊക്കെ സാമ്പിൾ ഗൗൺസ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പറഞ്ഞാൽ അതുപോലെ തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തു തരും. ഇവിടെ എന്തോ തയ്ച്ചോണ്ടിരിക്കുന്നു. പലരും വരും ഇത് നൈറ്റി ആക്കാൻ വരെ. ഈ ഫുൾ കാണുന്നത് പോച്ചമ്പള്ളി ഇക്കത്തിന്റെ വർക്ക്. പക്ക തയ്ച്ചു പറയണ്ടേ ചേച്ചി തയ്ച്ചതാ എനിക്ക് വേണ്ടി. ലെങ്ത് ഉള്ളതുകൊണ്ട് മെറ്റീരിയലും കുറച്ച് മതി. ലേറ്റസ്റ്റ് ഞാൻ ക്രിസ്മസിന് വേണ്ടി എടുത്തേക്കുന്ന സാധനമാണ്. ഇതെല്ലാം ഇതിന്റെ അകത്ത് ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ആക്കാം. കൂടുതൽ ബ്ലൗസിനും പിന്നെ ബോട്ടം അടിക്കാനൊക്കെ പറ്റുന്ന മെറ്റീരിയൽ. സാറ്റൻ, ജിമിച്ചു, എന്തൊക്കെ വായിൽ വരുന്ന ആ പേരുകളൊക്കെ ഇവിടെ ഉണ്ട്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് ജോസ് ജംഗ്ഷൻ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുള്ള ഒരു സ്ഥലം കൂടി ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് റണ്ണിങ് മെറ്റീരിയൽസ് മാത്രം കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതും റണ്ണിങ് മെറ്റീരിയൽസ് റീറ്റെയിൽ ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന, നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന റണ്ണിങ് മെറ്റീരിയൽസിന്റെ ഒരു സ്ഥലത്ത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മൈലാഞ്ചി ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടേക്കല്ല വന്നത്, കലൂര വന്നിരിക്കണം. അപ്പൊ ഇവർക്ക് ഓൾറെഡി 3 ഷോപ്പ് ഉണ്ട്. റെഡിമെയ്ഡിന്റെ, ബുട്ടിക്കിന്റെ, പിന്നെ റണ്ണിങ് മെറ്റീരിയൽസിന്റെ. അപ്പൊ 3 സ്ഥലത്തെ അഡ്രസ്സാണ് അവിടെ കാണുന്നത്. കണ്ടോ, മുത്തൂട്ട് റോയൽ സ്ക്വയർ, മുത്തൂട്ട് റോയൽ ടവർ, പിന്നെ ഇത് കോൺവെന്റ് ജംഗ്ഷനിലും ഉണ്ട് കേട്ടോ. അങ്ങനെ 3 സ്ഥലത്തും ഡിഫറെന്റ് ഐറ്റംസ് ആയിരിക്കും. കല്ലൂരാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് മൊത്തം ബൂട്ടി ഡിസൈനർ ഐറ്റംസ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ്. അപ്പോൾ ലൊക്കേഷൻ അറിയണ്ടേ? ഞാനിപ്പോൾ നിൽക്കുന്നത് ജോസ് ജംഗ്ഷനിൽ DH റോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒന്നുകൂടി എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ രാമവർമ്മ ക്ലബ്ബാണ് ഈ കാണുന്നത്. അതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിൽ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. മുത്തൂട്ട് റോയൽ സ്ക്വയർ. അപ്പം മുത്തൂട്ട് റോയൽ സ്ക്വയറിൽ തന്നെ താഴത്തെ ഫ്ലോറിൽ തന്നെയാണ് മൈലാഞ്ചി റണ്ണിങ് മെറ്റീരിയൽസ്. അതും എല്ലാ മെറ്റീരിയൽസ് കിട്ടും കേട്ടോ, A to Z എല്ലാതും. കയറി നോക്കിയാൽ എന്തൊക്കെയാ വെറൈറ്റീസ്. റീറ്റെയിലാണ് കേട്ടോ, മറക്കണ്ട. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. ഇവിടെ മാത്രമല്ല കേട്ടോ, ആ അറ്റം വരെ കാണുന്നത് മൊത്തം മൈലാഞ്ചിയിൽ തന്നെയാണ്. പിന്നെ കുറച്ച് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുർത്തീസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയിനായിട്ട് റണ്ണിങ് മെറ്റീരിയൽസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ കയറി നോക്കിയാൽ എന്താണ് ഇവിടുത്തെ വെറൈറ്റീസ്. കയറാം. ഹലോ, ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നു. എന്താണ് ബിസി? ഇത്ര വലിയ ബിസി? ഞങ്ങക്ക് കളക്ടർക്ക് ഇല്ലാത്തൊരു ബിസി ആണല്ലോ. ഞാൻ ഈ മൈക്കൊന്നും ഇവിടെ വയ്ക്കുന്നത്. എന്താണ് വിശേഷം? നല്ല വിശേഷം. സുഖം. ഞങ്ങൾക്ക് കുറച്ച് മെറ്റീരിയൽസ് കാണണം. കാണാലോ. നമ്മളിവിടുത്തെ ആരാന്ന് പരിചയപ്പെടുത്തില്ലല്ലോ. മാനേജർ ഹായ്. ഹലോ. വീഡിയോയില് ഞങ്ങളുടെ വകയും വ്യൂവേഴ്സിന്റെ വലിയ ഒരു വെൽക്കം ഉണ്ട് കേട്ടോ. കിടക്കട്ടെ. ഓക്കെ. ഇത് ഇവിടെ റണ്ണിങ് മെറ്റീരിയൽസ് മാത്രമാണോ കിട്ടുന്നത്? റണ്ണിങ് മെറ്റീരിയൽസ് മാത്രമാണ്. എല്ലാ മെറ്റീരിയൽസും ഉണ്ട്. റണ്ണിങ് മെറ്റീരിയൽസ് എല്ലാ ടൈപ്പും. എല്ലാ ടൈപ്പ് ഇതൊക്കെ നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ എന്തായാലും ഇവിടുത്തെ വെറൈറ്റീസ് ഒന്ന് കാണിക്കാം. അകത്തും ഉണ്ടോ സ്ഥലം? ഓക്കെ. വാവ്. ഓ, ചേച്ചി ബിസി ആണല്ലോ. ഫുൾ റണ്ണിങ് മെറ്റീരിയൽസിന്റെ ഒരു ലോകം തന്നെയാണ് കേട്ടോ. അപ്പൊ ഫ്രണ്ടിൽ കാണുന്നത് റണ്ണിങ് മെറ്റീരിയൽസ്, ഇതിനുള്ളിൽ ഇരിക്കുന്നതും റണ്ണിങ് മെറ്റീരിയൽസ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ആരെ കാണിക്കാം? ഈ ചേച്ചിനെ കൊണ്ട് കാണിപ്പിച്ചാലോ? മൈക്കൊന്ന് എടുത്തോട്ടെ. ഞാൻ എടുത്തോളാം. ചേച്ചി ഭയങ്കര ബിസിയാന്ന് തോന്നുന്നു. നിങ്ങളെല്ലാരും ബിസിക്കാരാണോ? ഓക്കെ. ചേച്ചി എന്താ വിശേഷം? നല്ല വിശേഷം. നല്ല കമ്മലൊക്കെ ഇട്ടിട്ടല്ലോ, സുന്ദരിയായിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസ് ഒന്ന് കാണിച്ചു തരാൻ പറ്റും? ആദ്യം നമുക്ക് ബൂട്ടിക്ക് വെച്ചിട്ട് തുടങ്ങാം. എന്തായാലും ഈ പിടിച്ചത് വെച്ചിട്ട് തന്നെ തുടങ്ങാം അല്ലെ? ഇവിടെ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്ന് വെച്ചാൽ ഈ കാണുന്നത് മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ്. പ്ലെയിൻ ഉണ്ട്, പ്രിന്റിലുണ്ട്, ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം വെറൈറ്റീസിന്റെ ഒരു കളക്ഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ബ്രൈഡൽ ഗൗൺസ്, ലെഹങ്കാസ് ഒക്കെ തയ്ക്കാൻ പറ്റിയിട്ട് അങ്ങനത്തെ വെച്ച് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിലേക്ക് കിടക്കാം കേട്ടോ. കോട്ടന്റെ മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ പ്ലെയിനിലുണ്ട്, സാറ്റൻ ഉണ്ട്, അങ്ങനെ വെറൈറ്റീസ്. അപ്പൊ തുടങ്ങിയാലോ? നമുക്ക് എവിടെ നിന്ന് തുടങ്ങണ്ടേ? ഇത് വെച്ചിട്ട് തന്നെ തുടങ്ങാം. പറഞ്ഞോ. ഇത് പാർട്ടി വെയർ മെറ്റീരിയൽ ആണ്. ഗൗൺ ഒക്കെ അടിക്കാൻ പറ്റുന്നത്, ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ടൈപ്പ്. ഇപ്പൊ കളേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കളേഴ്സും അവൈലബിൾ അല്ലേ? ഓക്കെ. ഇനി ഇത് ഈ കാണിക്കുന്നത് എങ്ങനെയാ മീറ്റർ വൈസ് എടുക്കണത്? നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് 1/2 മീറ്റർ, 1 മീറ്റർ, 5 മീറ്റർ അങ്ങനെയൊക്കെ മുറിച്ചെടുക്കാൻ വേണമെങ്കിലും എടുക്കാം. കാരണം ഇത് റീറ്റെയിൽ ആണ് കേട്ടോ. അപ്പൊ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഇതിന്റെ റേറ്റ് പറയാൻ പറ്റുമോ? മീറ്റർ വൈസ് പല റേറ്റുകളുണ്ട്. നമുക്ക്
റേറ്റ് ഇത് 300 ഒക്കെ മീറ്ററിന് പാർട്ടി വെയറിന് 300 ആണ് മീറ്ററിന് വരുന്നത്. അപ്പൊ റേറ്റ് എന്തായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാം, നമുക്ക് റീറ്റെയിൽ ആയതുകൊണ്ട് തന്നെ. ബാക്കി അടുത്തത് നോക്കാം നമുക്ക് കേട്ടോ. അടുത്തത് ഇതിൽ തന്നെ പിടിക്കാം. ഇത് നമ്മള് വർക്ക് ചെയ്യുന്നതാണ് ഓർഗൻസയില്. നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ. ഓർഗൻസ മെറ്റീരിയൽ പ്ലെയിൻ എടുത്തിട്ട് അതിൽ നിങ്ങൾ നിങ്ങളുടെ എംബ്രോയിഡറി വർക്ക് ചെയ്യിപ്പിച്ചെടുക്കണതാ. അപ്പൊ നമുക്ക് എംബ്രോയിഡറി കളർ വേണമെങ്കിൽ മാറ്റിയെടുക്കാം. ഓക്കെ. അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാ റേറ്റ് വരാം? ഇതൊക്കെ ഏകദേശം ആ റേറ്റ് ഒക്കെ തന്നെ വരും. ഒരു പാർട്ടി വെയറിനൊക്കെ വരുമ്പോ ഒരു 300 ആ റേഞ്ച് പിടിച്ചോ. അത് പെർ മീറ്ററിനാണ്. നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് ഇപ്പൊ ഗൗണിന് എത്ര വേണമെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. പിന്നെ നമുക്കിപ്പോ ഐഡിയ പോലും ഇല്ല എത്ര മീറ്റർ എടുക്കണോ എന്താന്നുള്ളത്. ഇവർക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് കേട്ടോ, നമ്മുടെ മാസ്റ്റർ ഉണ്ട്. ആ മാസ്റ്റർ പറഞ്ഞു തരില്ലേ എല്ലാ കാര്യങ്ങളും എങ്ങനെ എടുക്കണം. ഇനിയിപ്പോ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം. ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ? ഗൗണ് ബ്ലൗസ് എന്താണെങ്കിലും പറഞ്ഞ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് തരും. ഇനി അടുത്ത ഇവിടുന്ന് തുടങ്ങാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ ഇത് ഫുൾ വരുന്നത് നമുക്ക് ബുട്ടിക് കളക്ഷൻസ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ആദ്യം ചീക്കു ഷെയ്ഡ് വെച്ചിട്ട് ആ ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. ഇത് കഴിഞ്ഞ് ഇതൊക്കെ മടക്കി വെക്കണം കേട്ടോ, ചേച്ചിക്ക് നല്ല പണിയാ. ഇത് ഫുൾ നമുക്ക് ചിക്കൂല് വരുന്നതാണ്, നെറ്റ് ബേസിൽ വരുന്നതാണ് കേട്ടോ, ഫുൾ വർക്കോട് കൂടിയിട്ട്. ചേച്ചി പറഞ്ഞോ, ചേച്ചി നല്ല ഉഷാറാണല്ലോ, ഒന്നുകൂടി ഉഷാറാവ് പറയേ. ഇതിപ്പോ ഫുൾ വർക്ക് ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഫംഗ്ഷൻ വെയറിനായിട്ട് യൂസ് ചെയ്യാവുന്ന ടൈപ്പാണ് നെറ്റിൽ വരുന്നത്. അത് ലാച്ചി ആയാലും ശരി, ഗൗൺ ആയാലും നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട്. ഇപ്പൊ കുട്ടികൾക്കുള്ള ഉടുപ്പ് ഇതിനൊക്കെ നമുക്ക് ഇതിന്റെ കളേഴ്സ് ചോദിക്കുകയാണെങ്കിൽ കളേഴ്സ് കുറവായിരിക്കും കിട്ടാൻ. അങ്ങനെ നമുക്ക് അങ്ങനെ കളറുകള് കിട്ടാൻ കുറവാണ്. കാരണം ഇത് ബുട്ടിക്കാണ്, ഡിഫറെന്റ് യൂണിക് ആയിട്ട് നിൽക്കണ്ടേ. അപ്പൊ പിന്നെ ഒരെണ്ണം മാത്രം മതി. അതിന്റെ കളർ ചേഞ്ച് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതുപോലെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പൊ ഇതൊരു വെറൈറ്റി ആണ്. ഇത് മീറ്റർ അനുസരിച്ചിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്നത്. അതുപോലെ അടുത്തത് നോക്കുകയാണെങ്കിൽ നെറ്റിൽ തന്നെ വരുന്നതാണ്, ഫുൾ എംബ്രോയിഡറിയുടെ വർക്ക്. അപ്പൊ ഈ എംബ്രോയിഡറി വർക്ക് നിങ്ങൾ ചെയ്യിപ്പിക്കൂല്ലേ? ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഒരു യെല്ലോ ഷെയ്ഡില്. ഇത് വീണ്ടും ഞാൻ ഇവിടെ തന്നെ തിരിച്ചു വെക്കുന്നുണ്ട്. ഇതാ ഇനി ഇതിൽ തന്നെ കുറച്ചുകൂടിയും ചെറിയ ചെറിയ പൂക്കളൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള വർക്കുകളാണ് കേട്ടോ. നെറ്റിലാണ് കേട്ടോ ഇത് ഫുള്ള് വരുന്നത്, വൈറ്റ് ത്രെഡ് വർക്കിൽ. അല്ല ഇതൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ മുതലാളി അവിടെ വരും. കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഫസ്റ്റിലേ തൊട്ട് കുറച്ച് ബിസിയാണ്. അതെ, മാം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ ഈ പ്രാവശ്യം മാമിനെ കാണാനില്ല, മിനി മാഡം. അപ്പൊ നമ്മളെന്തായാലും വെയിറ്റിംഗ് ആവുന്നു. മാനേജറെ ഒന്ന് ഫോൺ വിളിച്ചപ്പോ റീറ്റ മാഡത്തിനോട് വരാനായിട്ട്, എന്തായാലും കണ്ടിട്ട് ഞങ്ങൾ പോകണുള്ളൂ. ഓക്കെ. അപ്പൊ ഈ ഒരു കളക്ഷൻ കണ്ടു. ഇതുപോലെ വെറൈറ്റീസ് ഉണ്ടോ ഒന്ന് ജസ്റ്റ് അടുത്തേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ഇല്ലേ ഇഷ്ടംപോലെ വെറൈറ്റീസ്. ഇതിൽ ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്, ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്, ഇങ്ങനെ വെറൈറ്റീസ്. ഇത് ഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ. ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റിയത്. ഇത് എനിക്ക് കുറച്ച് യൂണിക് ആയിട്ട് തോന്നി. ഇതൊന്നും എടുക്കാൻ പറ്റുമോ? ഓക്കെ. ഇത് അതിന്റെ അടിയിലത്തെ ഒക്കെ അലങ്കോലാക്കിണ്ട് കേട്ടോ. നോ പ്രോബ്ലം. മുതല് നെറ്റാണെങ്കിലും നമ്മള് സൂറത്തിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന. എന്നാൽ മൈക്കില്ലാത്ത കാരണം കേട്ടില്ല. പറയുമ്പോഴേക്ക് എത്തി. അപ്പൊ ഈ ബിൽഡിംഗിൽ ഉണ്ടായിരുന്നോ? അപ്പൊ എന്തായാലും ഞാൻ ഇവിടുത്തെ വിശേഷം ഒന്ന് പറഞ്ഞേ. നമ്മൾ അന്ന് അവിടെ വെച്ച് കണ്ടതാ. പിന്നെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു, അവിടെ വെച്ച് കണ്ടു. പുതിയ കടയുടെ അത് കോൺവെന്റ് ജംഗ്ഷൻ. അത് കഴിഞ്ഞപ്പോ ഇവിടെ കുറെ നാളായിട്ട്. എത്ര വർഷം ഇവിടെ? 10 years ആയി. എന്തായാലും നമ്മുടെ വീഡിയോയിൽ വെൽക്കം ചെയ്യാം. പറ്റിയോളോ? ഓക്കെ. അപ്പൊ ഭയങ്കര ബിസിയാണ് നമ്മളൊക്കെ കിട്ടാന്ന് പറയുമ്പോ. അപ്പൊ എന്താണ് ഇവിടുത്തെ ഈ കടയിൽ ഒരു പ്രത്യേകത പറഞ്ഞത്? ഇവിടെ കൂടുതലും ഫുൾ മെറ്റീരിയൽസ് ആണ്. ഇങ്ങനത്തെ ഗോഡി ആയിട്ടുള്ളത് പറഞ്ഞ് മുഴുവനും സൂരത്തിൽ ചെയ്യിപ്പിക്കുന്നതാണ്. പിന്നെ കുറെ ജയ്പൂരിൽ ഞാൻ തന്നെ പോയി ജയ്പൂർ കോട്ടൺ എടുത്തുകൊണ്ട് വരും. സിമ്പിൾ, എല്ലാവർക്കും കുർത്തീസൊക്കെ തയ്പ്പിക്കാം. 2 piece 3 piece മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്യാവുന്ന പോലെ. പിന്നെ ബാക്കി ഫുള്ള് പ്ലെയിൻ മെറ്റീരിയൽസ് ഒത്തിരി ഉണ്ട്. അതിൽ സിൽക്ക് ഉണ്ട്, സാറ്റിൻ ഉണ്ട്, അങ്ങനെ ഒത്തിരി എണ്ണം ഉണ്ട്. പല ടൈപ്പ് ഓഫ് സിൽക്കുകളും ഉണ്ട്. സിൽക്കിൽ അതിൽ എല്ലാം തരം സിൽക്ക് മാത്രം പ്ലെയിനിലല്ല, അത് കൂടാണ്ട് ഇനി ഇതിന്റെ ഉള്ളിലേക്കുള്ള ലൈനിങ് വരെ പുറത്തേക്ക് പോകണ്ട ഉണ്ട്. ഇവിടെ തന്നെ ജയ്പൂർ കോട്ടനൊക്കെ സ്റ്റാർട്ടിങ് തന്നെ ജസ്റ്റ് മീറ്ററിന് 100 rupees വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ടിങ്. ലൈനിങ്ങിലൊക്കെ വരുമ്പോ എത്ര വരും? ലൈനിങ് 55 ഒക്കെയാണ്. നോർമൽ റേഞ്ച് തന്നെ. അപ്പൊ എന്താ പറയാ, മുത്തൂട്ട് റോയൽ സ്ക്വയർ ബിൽഡിംഗ് എന്നൊക്കെ പറയുമ്പോ ആ പേരില് ഉണ്ട്. പക്ഷെ റേറ്റ് വൈസ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അഫോർഡബിൾ ആണ്. ആ ഒരു മനസ്സുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അല്ല. സാധാരണ പേരൊക്കെ അയ്യോ ഇത്ര വലിയ പേരിൽ ഇത്ര
റേറ്റ് കൂടുതലാണോ നമുക്ക് കയറി വരുമ്പോൾ അയ്യോ വലിയ ഷോപ്പാണോ അങ്ങനെ ഒരു പേടി നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ തോന്നും. പക്ഷെ അകത്തേക്ക് വരുമ്പോൾ ആ ഒരു പേടി വേണ്ട, കാരണം ഒക്കെ അഫോർഡബിൾ റേഞ്ചിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേഞ്ചിലാണ് കിട്ടുന്നത്. പിന്നെ ഒരു തുണിയുടെ കഷ്ണം കൊണ്ടുവന്ന് അതിന്റെ വരെ മാച്ചിങ് എടുക്കാം, മാച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതൊക്കെ കൊണ്ടുവന്ന് അതിനനുസരിച്ച് ഗൗണുകളൊക്കെ തയ്ച്ചെടുക്കാം, സാരിയായിട്ട് പോലും തയ്ച്ചെടുക്കാം. സാരിയോ ഗൗണോ എങ്ങനെ വേണമെങ്കിൽ. പിന്നെ ഇവിടെ ബ്ലൗസ് ഗൗൺസ് സ്റ്റിച്ചിങ് യൂണിറ്റും എനിക്ക് അപ്പുറത്തുണ്ട്, നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. അത് നമുക്ക് എന്തായാലും കാണാം കേട്ടോ. അപ്പൊ ഇതിന്റെ കുറച്ച് വെറൈറ്റീസ് നമ്മൾ കണ്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി കാണിക്കാം. എന്തായാലും ബിസി അല്ല, കുറച്ച് നേരം ഞാൻ ഇങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്യട്ടെ. അപ്പൊ ചേച്ചി പേര് ചോദിച്ചില്ല ഇത്ര നേരം ഞാൻ ഈ ചേച്ചി അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് മിനി. അതെന്തായാലും അടിപൊളിയായി. ലാസ്റ്റ് തെറ്റിദ്ധരിക്കില്ലല്ലോ മുത്തോട്ട് മിനിയാന്ന് പറഞ്ഞിട്ട് എഴുതിയെടുക്കാനിക്കോട്ടെ ബിൽഡിംഗ് ഒന്നും തുടങ്ങാൻ. നമുക്ക് അടുത്ത നമ്മൾ ഇതിന്നാണ് സ്റ്റാർട്ട്. ഞങ്ങളപ്പോ ചേട്ടാ കേട്ടോ. ഓക്കെ, ഇതൊരു കുറച്ച് യൂണിക് ആയിട്ട് തോന്നി. നമുക്ക് നെറ്റിലാണ് ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ തന്നെ ഡിഫറെന്റ് കളർ വരുന്നുണ്ട്. അപ്പൊ ഈ സെയിം വർക്കിൽ തന്നെ കേട്ടോ ഡിഫറെന്റ് കളേഴ്സ്. ഇതൊക്കെ മീറ്റർ വൈസ് നോക്കുമ്പോൾ നമുക്ക് 700 അല്ലേ, 700 ആ മീറ്ററിന് വെച്ചാൽ വർക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഫുൾ വർക്കാണ് വരുന്നത്. ഓപ്പൺ ചെയ്താലും അതിന്റെ ഒരു ഇത്രയ്ക്ക് ഓപ്പൺ ചെയ്താൽ മതി. ഇത് കണ്ടോ ഫുൾ വർക്കോട് കൂടിയിട്ടാണ്. അതായത് ഉടുപ്പോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ക്രിയേറ്റിവിറ്റി തെളിക്കേണ്ട സമയമാണ് ഇപ്പൊ അല്ലേ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കളക്ഷൻസ് ആണ്, മെറ്റീരിയൽസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ജോർജറ്റില് ഫുൾ വർക്ക് ത്രെഡ് വർക്ക് കേട്ടോ. പക്ക ജോർജറ്റ് മെറ്റീരിയലില് ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള, അത് മൾട്ടി കളേഴ്സിൽ വരുന്നുണ്ട്, നോർമൽ ടോൺ ടു ടോണിൽ വരുന്നുണ്ട്. പിന്നെ വരുന്ന മെറ്റീരിയൽ ഏതാ? ഇതേതാ മെറ്റീരിയൽ? സിൽക്കില് ഫുൾ ചെറിയ ചെറിയ ബൂട്ട വർക്ക്, സ്റ്റോൺ വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇതും വലിയ വർക്ക്. ഇതൊക്കെ ശരിക്കും അല്ലേ ഉടുപ്പൊക്കെ തയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലേ, എന്ത് രസാ. അതുപോലെ ഇത് നോക്കുകയാണെങ്കിൽ ഇതും സിൽക്ക് ബേസിൽ അല്ലേ. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് അല്ലേ, ലൈറ്റ് വെയിറ്റും ആണ്, നല്ല വർക്കും ഉണ്ട്. നല്ല വർക്കും ഉണ്ട്. അത് മൾട്ടി ഷെയ്ഡായിട്ട് വരുന്ന ഒരു വർക്കും കളേഴ്സും ഒക്കെയാണ് വരുന്നത്. ഇത് ഫുൾ വർക്ക്. അപ്പൊ ഈ ഷോപ്പ് എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? ഇത് 10 തൊട്ട് 7:30 വരെ. 7:30 വരെയാണ് വരുന്നത്. ഇവിടെ വാ, വേറൊരു സ്റ്റാഫും കൂടി ഉണ്ട്. എന്താണ് നേരത്തെ അവിടെ ഭയങ്കര ബിസി ആയിരുന്നല്ലോ, ഒതുക്കല് നമ്മളെ മൈൻഡ് പോലും ചെയ്തില്ലല്ലോ, ഭയങ്കര ബിസി ആയിരുന്നു. നമ്മൾ അന്ന് കണ്ടതാ ഇന്നോഗ്രേഷനില്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞങ്ങള് തല പൊന്തിക്കണത് എല്ലാരും കൂടിയിട്ട്. ഇത് മിനിയാണോ? ടെൻസി. ഹലോ, കാണുന്നവരൊക്കെ മിനിയാണല്ലോ, അതുകൊണ്ട് ടെൻസി. അപ്പൊ രണ്ടാളും കൂടിയിട്ട് നമുക്ക് കളക്ഷൻസ് നല്ല നല്ല വെറൈറ്റീസ് ഒന്നും എടുത്തത് വേഗം നല്ല നല്ല കളക്ഷൻസ് അതിൽ ഇവിടെ വെക്കുള്ളൂ. പക്ഷെ എല്ലാതും കാണിക്കാൻ പോസിബിൾ അല്ല. അപ്പൊ എടുത്ത് നല്ല വെറൈറ്റീസ് ഒക്കെ മൈക്ക് ആരെയിലേക്ക് ഇപ്പൊ വെക്കണ്ടേ എന്നൊരു കൺഫ്യൂഷനായി. ആരെങ്കിലൊക്കെ എനിക്ക് പറഞ്ഞു തന്നാ മതി. പറഞ്ഞോളൂ. ഓർഗൻസ മെറ്റീരിയലില് ഫുൾ സെയിം ആ ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു വർക്കാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റിൽ വരുന്ന ഒരു കളക്ഷനാണ്. അതേപോലെ ഇതാണെങ്കിലോ നെറ്റില് പറഞ്ഞോ. ഇത് ഇങ്ങനെ 1/2 മീറ്റർ അതിൽ മുറിച്ച് തരില്ലേ? 1/2 മീറ്റർ ആവശ്യമുള്ളത് നിങ്ങളുടെ എന്താ ആവശ്യം എന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ ഗൗണിനൊക്കെ പറയുമ്പോൾ കുറച്ച് കൂടുതൽ ഫ്ലയർ ഒക്കെ വേണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ മെറ്റീരിയൽ ആവശ്യം വരും. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. ഇനി ഡിസൈനോ നമുക്ക് മനസ്സിലൊന്നും തെളിഞ്ഞു വരുന്നില്ല എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പുറത്തേക്ക് ഒക്കെ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് അവിടെ അടിപൊളി ഡിസൈനർ ഇരിക്കുന്നുണ്ട് അല്ലെ. ആള് പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും നമുക്ക് എങ്ങനെ തയ്ക്കണം, എങ്ങനെ തയ്ച്ചാലാണ് കറക്റ്റ് ആവും. ചേച്ചിയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നിന്നാണോ? എനിക്ക് ആ സ്റ്റിച്ച് ചെയ്ത് ഇഷ്ടമായിട്ടുണ്ട്, നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇവിടുത്തെ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഇവിടുത്തെ ഓൾറെഡി ബ്ലൗസ് തയ്ച്ചിട്ട് ഇട്ടിട്ടുണ്ടേ. ഇതാ അടുത്തത് നോക്കുകയാണെങ്കിൽ നെറ്റിന്റെ ഫാബ്രിക്കിൽ ഫുൾ ഇതുപോലെ എന്ന് വെച്ചാൽ നമുക്ക് എംബ്രോയിഡറി വർക്കിൽ കുറേ വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒക്കെ റണ്ണിങ് മെറ്റീരിയൽസിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ബൂട്ടിക്കായി. ഇനി ബൂട്ടിക്കിൻ്റെ കുറച്ചുകൂടി ഉണ്ട്. ഇപ്പുറത്തേക്ക് വരാണെങ്കിൽ ഇങ്ങോട്ട് വന്നേ. ഇവിടെ കുറേ ഉണ്ട്, വന്ന് നമ്മൾ തപ്പിയെടുക്കണം നമ്മുടെ കളക്ഷൻസ്. പിന്നെ ഇത് വീഡിയോ കോൾ ചെയ്തിട്ടായാലും നമുക്ക് അയച്ചു കൊടുക്കാം, അങ്ങനത്തെ പരിപാടി ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റില്ല. അത് വീഡിയോ കോൾ ചെയ്തിട്ട് ഓരോന്നോരോന്ന് കാണിച്ചു കൊടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് ആവശ്യമുള്ള മുറിച്ചു കൊടുക്കും. ചിക്കൻകാരി വർക്കില് ഇത് നെറ്റ് കോട്ട് അല്ലേ? നെറ്റ് കോട്ടയില് ചിക്കൻകാരി ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫുൾ വന്നിരിക്കുന്നത്. അത് പല കളേഴ്സ്, പല പ്രിന്റ്സ്, വലുതും ചെറുതായിട്ട് അങ്ങനെ പല പ്രിന്റ്സിലും വരുന്നുണ്ട് കേട്ടോ. ഇനി പ്ലെയിൻ പറയുകയാണെങ്കിൽ പ്ലെയിനിലും ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ കാണുന്ന പ്ലെയിൻ എന്ന് പറയുമ്പോൾ കളേഴ്സ് മാത്രമല്ല മാറ്റം, മെറ്റീരിയൽസിനും മാറ്റണം. എന്തൊക്കെ മെറ്റീരിയൽസ് വരും?
ഷിഫോൺ ഉണ്ട്, അത് ജോർജറ്റ് ഉണ്ട്. തൊട്ട് കാണിച്ചതാ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് തൊട്ട് കാണിച്ചതാ. ആ ഇത് ഓരോ ഷിഫോണാണ്. ഇത് ഷിഫോണില് എടുക്കട്ടെ. ഇതാ ഇത് ഷിഫോൺ. ഷിഫോൺ തന്നെയാണോ ഇത്? അല്ല, ഇത് ഷിഫോൺ അല്ല, ഇത് സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് ഷിഫോൺ അല്ല, സിൽക്ക് മെറ്റീരിയൽ ആണ്. ഇതിൽ തന്നെ പല കളേഴ്സിലും, എല്ലാ കളേഴ്സും അല്ല, എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഇനി അടുത്ത മെറ്റീരിയൽ എടുത്തേ. ഈ ചേച്ചിയാണ് കൂടുതൽ പറയണത്. ഇപ്പൊ എവിടുന്ന് ഈ ആള് ശരിയാവില്ല കേട്ടോ, നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ. ചേച്ചി ഞാൻ സ്റ്റിച്ചിങ് ആണ്, കഴിഞ്ഞില്ലേ? അപ്പൊ അതെ, നിങ്ങളാണോ അപ്പൊ ഡിസൈനർ? കേട്ടോ? വാ ഇവിടുത്തെ മെറ്റീരിയലിൽ ഞാൻ തന്നെ എടുത്തിട്ട് അതിനെ ഞാൻ തന്നെ അത് ഡിസൈൻ ചെയ്തേക്കുന്നതാണിത്. സാരി മൈക്കിളി ഞാൻ പിടിച്ചോളാം. എന്നിട്ട് അതെ, അതിന്റെ ബ്ലൗസ് സൈൽ പോലും അതിന്റെ കൈക്ക് വേണ്ടി കൊടുത്തിട്ടും ഉണ്ടത്. ഓ അടിപൊളി. കണ്ടോ? ഒന്ന് വേണ്ട, രണ്ടാമത്തേത് ഇത് കണ്ടോ? ഇതും ഇങ്ങനെ തന്നെ ഇവിടുത്തെ ഞാൻ ഇവിടുന്ന് തന്നെ മെറ്റീരിയൽ എടുക്കും, ഇവിടെ തന്നെ അതിനെ ഡിസൈൻ ചെയ്യിപ്പിക്കും. അപ്പൊ ഇതാണ് വന്നു കഴിയുമ്പോ ഇതൊക്കെയാണ് എന്റെ മറ്റേ കടകളിൽ യുണീക്ക് ആയിട്ട് പോകുന്നത് പോലും. ആ ബൂട്ടിക്കിന് നമ്മൾ കലൂര് ചെയ്തിട്ടുള്ളത് ചെയ്ത വർക്കുകളാണ്. ഇതാണെങ്കിൽ അന്ന് ഓണത്തിന് താൻ ഇട്ടതല്ലേ, റെഡി ടു വെയർ. ഇത് അതുപോലെ തന്നെ തനിക്ക് ഒന്ന് വേണമെങ്കിൽ കൊടുത്ത് കാണിച്ചോളൂ. ചെയ്തതാണ് ഇത് മുഴുവൻ വർക്ക്, തയ്ച്ച വർക്കാണ്. അപ്പൊ റെഡി ടു വെയർ സാരി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എന്ന് പറയുമ്പോ സിമ്പിൾ ആണ്, ജസ്റ്റ് ഇതിങ്ങനെ ബ്ലൗസേ പോലും ഞങ്ങൾ കൈ തയ്ച്ചിട്ടുണ്ട്, കൈ വെക്കുമ്പോൾ കൊടുക്കാം ബ്ലൗസിൽ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ എടുക്ക, ഇങ്ങനെ വെക്കുക, ഒന്നൊരു ചിറ്റിയാ മതി. ഇതാ അപ്പൊ ഒരു എന്താ പറയാ, പ്രാർത്ഥനയൊക്കെ എത്തിച്ചൊന്ന് ചിറ്റിട്ട് ഇതായി കിടക്കണു. സാരി ആയി അപ്പളിക്ക് അത് ഉടുക്കുമ്പോ കറക്റ്റ് ആ ഒരു ഇതിൽ ഉടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു ഡിസൈൻ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്, ഇത് ശരിക്കും നടുക്കിലൊക്കെ വരണം, ഇതിന്റെ ഫ്ലീറ്റും കാര്യങ്ങള്. കിടക്കട്ടെ അവിടെ, ഭംഗിയിൽ ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ ഇത് ഒരു സാമ്പിൾ മാത്രമാണ്. ഇതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എന്ത് മെറ്റീരിയൽസും നമുക്ക് ഇതുപോലെ റെഡി ടു സാരി ആക്കാം. കുർത്തീസ് വേണമെങ്കിൽ കുർത്തീസ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം, ഒക്കെ ഇവിടെ സ്റ്റിച്ചിങ്ങും നടക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം. ഡിസൈനർ ആയിട്ടുള്ള സാരീസ് വേണമെങ്കിൽ അതും ചെയ്യിപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഐഡിയ ഇല്ലെങ്കിൽ നമ്മുടെ മാഡം ഉണ്ട്, മാഡം തന്നെ ചെയ്യിപ്പിച്ച് തരുന്നതാണ്. അപ്പോൾ ഈ ഫുൾ ഡിസൈൻസ്, ഈ ഫുൾ ഒരു ഡിസൈനർ പീസ് ഇവിടെ തന്നെ ചെയ്യിച്ചതാണ് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് കളേഴ്സ് വേണമെങ്കിൽ പറഞ്ഞാൽ അതും നമുക്ക് ചെയ്തു തരും. ഇതന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങളുടെ കളർ എന്താ അതും ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് റെഡി ടു വെയർ സാരിയായി. അതുപോലെ ഇത് കണ്ടോ, ഇത് ഫുള്ള് ഒരു പാച്ച് വർക്ക് രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബോർഡർലെസ്സിൽ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ബോർഡർലെസ്സിൽ പേളിൻ്റെ ഡീറ്റെയിലിങ് അടിപൊളി കേട്ടോ. ഇനി കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് വേണ്ട, നിങ്ങൾക്ക് സെയിം ആ ഒരു വർക്ക് വേണമെന്ന് വെച്ചാൽ ആ ഒരു വർക്കിൽ നമുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് ജസ്റ്റ് സാമ്പിൾ മാത്രമാണ് ഇരിക്കുന്നത്. ഇനി പ്ലെയിനിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്? പ്ലെയിനിലും ഓർഗൻസി ഉണ്ട്, ജോർജറ്റ് സിൽക്ക് ഉണ്ട്. ഇങ്ങനെ എണ്ണ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചതാ. അങ്ങനെ എണ്ണ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാവാ. ഇത് ജോർജറ്റ് സിൽക്കാണ്. എടുക്ക്. ഈ ചേച്ചിയാണെന്ന് തോന്നുന്നത് ഇവിടെ നിൽക്കുന്ന ചേച്ചി. മറ്റേ ചേച്ചി സ്റ്റിച്ചിങ്ങിന്റെ ചേച്ചിയാണ്. ജോർജറ്റ് സിൽക്ക് മെറ്റീരിയൽ. നമുക്ക് നെറ്റ് കോട്ട വരുന്നുണ്ട്, നെറ്റ് കോട്ടയിലൊക്കെ വരുന്നുണ്ട്. പ്ലെയിനില് നെറ്റ് കോട്ട എടുക്ക്. ഒക്കെ പ്ലെയിനിലും ഉണ്ട്, അതുപോലെ തന്നെ വർക്കിലും വരുന്നുണ്ട് കേട്ടോ. കളർ, ഇതിന്റെ കളേഴ്സുകള് ഇതൊക്കെ എന്തൊരു സോഫ്റ്റ് ആണ്. നോർമൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്റ്റിഫ് ആയിട്ടിരിക്കും. ഇത് അങ്ങനല്ല, ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇത് ഇവൺ സാരിക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, നല്ല സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ബോഡി ഹഗ്ഗിങ് ആയിട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ ഏതാ മെറ്റീരിയൽ വരുന്നത്? നമുക്കിത് ഇത് വരുന്നുണ്ട്, ടിഷ്യൂ സിൽക്കിൽ വരുന്നുണ്ട്. ടിഷ്യൂ സിൽക്കിൽ അതിൽ ചെറിയ ചെറിയ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കോടും കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇതും സെയിം ആ ഒരു വർക്കോട് കൂടിയിട്ട് തന്നെ. അതിന് കളർ ചേഞ്ചസ് ആണ് ഈ കാണുന്നത്. ഇനി വൈറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ വൈറ്റ്, ഓഫ് വൈറ്റ്, ആ ഷെയ്ഡും വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിനും ഉണ്ട്. ഇവിടെ വർക്കിൽ കണ്ടല്ലോ, ഇതാ വർക്ക് വരും. ഇത് വർക്കിൽ കേട്ടോ. ഇത് ചെറിയൊരു വർക്കോട് കൂടിയിട്ട് വൈറ്റിൽ ഇങ്ങനെ ചെറിയൊരു അത് ഹക്കോബ ടൈപ്പ് ആയിട്ടുള്ളത്. പിന്നെ വൈറ്റിൽ എന്താ പറയുക, ഇത് അടിപൊളിയാണല്ലോ. ഇതും വൈറ്റ്. ലെഹങ്ക ഒക്കെ ഇട്ട് തയ്ച്ച് അങ്ങോട്ട് ഫുൾ ഫ്ലെയറിൽ ഇങ്ങനെ ഒരു വട്ടം കറങ്ങിയല്ലേ എന്ത് രസമായിരിക്കും എന്നറിയോ ഈ ഒരു മെറ്റീരിയൽ. ഇത് ഡൈ ചെയ്യുന്നതാണോ? ഡൈ വേണമെങ്കിൽ ചെയ്യാം, ഡൈ ചെയ്യാൻ വേണമെങ്കിൽ. അപ്പൊ ഡൈബിൾ മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആണെന്ന് അർത്ഥം കേട്ടോ. ഇതിപ്പോ ലഹറിയ പാറ്റേണിലുണ്ട്, സിഗ്സാക്ക് പാറ്റേണിൽ വരുന്നുണ്ട്. അപ്പൊ മെറ്റീരിയൽസ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. സ്റ്റാർട്ടിങ് നമുക്ക് ലൈനിങ്ങിന്റെ മെറ്റീരിയൽ 55 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ബുട്ടി കളക്ഷൻസ് ആണെങ്കിൽ നമുക്ക് 300 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിപ്പോ ഒരു ട്രെൻഡും കൂടിയാണ്. ഇത് ഒരു ട്രെൻഡാണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് പാനലാണ് കേട്ടോ. അപ്പോൾ മുറിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഓൾറെഡി ഇതിൽ ഇവിടെ പിടിച്ച ചേച്ചി
ഇത് ഓൾറെഡി പാനൽ ആക്കി വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രം മതിയിട്ട്. അപ്പോൾ ഫുൾ ഒരു ഗെയർ ആയിട്ടുള്ള ഒരു ലെഹങ്ക അല്ലെങ്കിൽ അനാർക്കലിയുടെ അടിയിലത്തെ പോർഷനിൽ നമുക്ക് ഈ ഒരു വർക്ക് നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ പാനൽ വർക്ക് ആയിട്ടുള്ള ഇങ്ങനെ മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആണ്. ഇത് കളർ മാത്രമല്ല, കളേഴ്സിലും എന്ന് വെച്ചാൽ വൈറ്റ് മാത്രമല്ല, കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. പല പല ഡിസൈൻസ്. ഇത് ഫുൾ വീവിങ് ആണ് കാണുന്നത്. ഇനി ഒന്ന് റൗണ്ട് അടിച്ച് എവിടേക്കെങ്കിലും പോവാം. ഇത് ബാട്ടിക് പ്രിന്റിന്റെ കളക്ഷൻസ് ആണ്. ഇത് ഫുൾ മെറ്റീരിയൽസ് വരുന്നത് പല കളേഴ്സിൽ വരുന്നത്. ഇതൊക്കെ നല്ല അടിപൊളി സാരീസോ കുർത്തീസോ ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കുമല്ലോ. പിന്നെ വൈറ്റ് മാത്രമാണ്. ഇനി കട്ട് പീസസ് ഒക്കെ വേണ്ടത് വരുന്നുണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും. അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഫുൾ ആ ഒരു വൈറ്റ്, ഓഫ് വൈറ്റ്, ഗോൾഡ് ആ ഒരു ബേസിലാണ് വരുന്നത്. പിന്നെ ഇപ്പുറത്ത് ഇങ്ങനെ കാണിക്കേണ്ട പറ ഇത് ഹക്കോബ. ഹക്കോബയിൽ വൈറ്റിൽ മാത്രം. അതുപോലെ കളേഴ്സിൽ വേണമെങ്കിൽ കളേഴ്സിൽ ഇത് ഫുൾ ഹക്കോബ, ഫുട്ബോൾ ഹക്കോബ വരുന്നുണ്ട്, ചെറിയ രീതിയിലുള്ളത് വരുന്നുണ്ട്. പിന്നെ പ്ലെയിനിൽ തന്നെ ഇത് ഫുൾ പ്ലെയിൻ വരുന്നത് കേട്ടോ. ഇത് റോസ് സിൽക്ക്, കൂടുതൽ ബ്ലൗസിനും പിന്നെ ബോട്ടം അടിക്കാനൊക്കെ പറ്റുന്ന മെറ്റീരിയൽസ്. അപ്പോൾ ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സെയിം ഒരു റോസ് എന്ത് മെറ്റീരിയൽ, റോ കോട്ടൺ. പേര് മറന്നു വേണ്ട, ഇത് ഫുൾ കളേഴ്സ് കണ്ടിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞത് അപ്പോഴും പേര് മറക്കല് കഴിഞ്ഞു. അതിന് കളേഴ്സ് ആണ് കേട്ടോ ഈ ഫുള്ള് കാണുന്നത്. അപ്പൊ ഏത് കളേഴ്സ്, അപ്പൊ നമ്മുടെ ടോപ്പ് വേണമെങ്കിൽ കൊണ്ടുവന്നിട്ട് അതിനുള്ള പാന്റ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ടോപ്പ്, ബ്ലൗസ്, അതിൽ ബ്ലൗസിലൊക്കെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ. പിന്നെ വരുന്നത് പോച്ചമ്പള്ളി ഡിസൈൻ. ഈ ഫുൾ കാണുന്നത് പോച്ചമ്പള്ളി ഇക്കത്തിന്റെ വർക്ക്, ആ ഒരു വർക്കിലൊക്കെ പെട്ടത് കേട്ടോ. പക്ക കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. ഇത് ഹക്കോബ വിത്ത് ബാട്ടിക്ക് വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ സാധാരണ ഫുൾ വർക്ക് ചെയ്തിട്ടുള്ളതല്ല കണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് സാരിയാക്കാലോ. സാരിയാക്കാം കേട്ടോ. ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ. ഇത് നമുക്ക് സാരി ആക്കാൻ പറ്റും കേട്ടോ. ഫുള്ളൊരു സാരിയുടെ അളവിൽ നമുക്കത് മുറിച്ചിട്ട് വിത്ത് ബോർഡർലെസ് ആയിട്ട് അങ്ങനെ ആ ഒരു, പിന്നെ അതിൻ്റെ ഈ ഒരു കളറിൽ വെച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത്. ഇത് ജോർജറ്റിലെ ഫുൾ വർക്കായിട്ട് ജോർജറ്റിൽ ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും, ട്രാൻസ്പെറൻറ്റ് സീക്വൻസ് വർക്ക് വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് വരുന്നത്. ഇതെനിക്കിഷ്ടമായി കേട്ടോ. കനലില്ല, പെട്ടെന്ന് ഓടാൻ അത്രയ്ക്ക് വെയിറ്റ്ലെസ് ആണ് ഇത് വരുന്നത്. പഞ്ചസാര മുത്ത് വെതറിയിട്ടാവൂല. അതെ കണ്ടോ, ഞാൻ എത്ര പീസ് പിടിച്ചാലും ഇത് വെയിറ്റ് ഇല്ല. അപ്പൊ ഇത് ശരിക്കും പഞ്ചസാര മുത്ത് എന്ന് പറയാനാണ്. പഞ്ചസാര മുത്ത് വെതറിയിട്ടാവൂല. അതെ, പക്ഷെ നല്ല ഭംഗിയായി. കുട്ടികൾക്ക് മെയിനായിട്ട് ഇത് ഫ്രോക്ക് തയ്ക്കാൻ അടിപൊളിയായിരിക്കും. കാരണം വെയിറ്റ്ലെസ് ആണ്. അവർക്കൊക്കെ വെയിറ്റ് ഒക്കെ ഇടാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അതിൽ പല കളേഴ്സ് ഉണ്ട്. പേസ്റ്റിൽ വരുന്നുണ്ട്, ഡാർക്ക് ഷെയ്ഡിലും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ കളർ ഇനിയും സ്റ്റോക്ക് വരുന്നുണ്ട്. ഉണ്ടല്ലേ, ഇത്രേ വെച്ചിട്ടുള്ളൂ ഇവിടെ. പിന്നെ ഒരു എന്താ പറയാ, നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നതിനോട് കുറച്ചാക്കി വെച്ചിട്ടുള്ള ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കളക്ഷൻസ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെന്തെല്ലാം അതേ സ്ഥലത്ത് കൊണ്ടുവയ്ക്കട്ടെ. അധികം വെയിറ്റും ഇല്ലല്ലോ, സുഖം ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ കൊണ്ടുവയ്ക്കാം. എല്ലാ മെറ്റീരിയൽസ് അതുപോലെയാണെങ്കിലോ. ഇവിടെയും കുറച്ച് കളക്ഷൻസ് ഉണ്ടല്ലോ. ഈ കളക്ഷൻസ് കുറച്ച് വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഷിമ്മർ, അതും ഡബിൾ കളറിൽ എന്ന് വെച്ചാൽ ടൈ ആൻഡ് ഡൈ ആ ഒരു മോഡലിലാണ് കേട്ടോ. ഒരു ചെറിയൊരു തിളക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 2-3 കളേഴ്സ് തന്നെ ഇവിടെ ഞാൻ നിലത്തിട്ടോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇതിന്റെ 2-3 കളേഴ്സ് ഉണ്ട്. ചെറിയൊരു ഷിമ്മർ എന്ന് പറയുമ്പോൾ തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് ഇത് വരുന്നത്. അതിൽ തന്നെ ഇതും ഒരു ഡബിൾ ഷെയ്ഡാണ് വരുന്നത്, ചെറിയൊരു ലൈനൊക്കെ ആയിട്ട്. പ്രത്യേകിച്ച് ഇത് സാരീസിനൊക്കെ കൂടുതൽ മൂവിങ് ആണ്. ഇതിൽ തന്നെ ഇനി വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ചെയ്യിപ്പിക്കാം. ഷിമ്മറിൽ തന്നെ പ്ലെയിൻ വേണമെന്ന് പറയുകയാണെങ്കിൽ പ്ലെയിനിലും അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ കറക്റ്റ് നമുക്ക് ആ ഒരു തിളക്കം അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ. ഗ്ലേസിങ് ഉണ്ട്. ഇതേപോലത്തെ ലേറ്റസ്റ്റ് കേട്ടോ. അതിൽ വർക്ക് ഉള്ളതുണ്ട്, ടൈഡൈ മോഡലുണ്ട്, ലൈൻസ് പോയിട്ടുണ്ട്, ഇതൊരു സെൽഫ് ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഷിമ്മർ ബേസിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. അതിൻ്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് ഫുൾ അതിൻ്റെ കളേഴ്സ് ആയിരിക്കുന്നത് ഈ മൊത്തം. ഇനി അതിൽ തന്നെ സെയിം ഇതിൽ തന്നെ വേറെ വർക്കായിട്ട് വരുന്നത്, ഇത് കുറച്ച് ത്രെഡ് വർക്ക്, സീക്വൻസ് വർക്കൊക്കെ ആയിട്ട് വരുന്നത്. ഈ ഒരു മെറ്റീരിയൽ കൂടി നോക്കാം. ഇത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ വെർട്ടിക്കൽ, അങ്ങനെ ലൈൻസ് ആണ് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാം, അതുപോലെ തന്നെ സാരീസിന് യൂസ് ചെയ്യാം, ലെഹങ്കാസിന് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് ടിഷ്യൂ സിൽക്കിന്റെ ബ്ലൗസിന് യൂസ് ചെയ്യാം. ഇത് കൂടുതൽ ബ്ലൗസിനാണ് യൂസ് ചെയ്യുന്നത്. ടോപ്സ് അടിക്കാം.
ബ്ലൗസിന് യൂസ് ചെയ്യാൻ, ടോപ്പിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരി വരെ എടുക്കുന്നുണ്ട് ഇതിലല്ലേ. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഓഫ് വൈറ്റ്, വൈറ്റ് ആ ഒരു ഷെയ്ഡിലും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ഇതിന്റെ ഫുൾ കളേഴ്സ് ആണ്. ഇതൊന്ന് പിടിച്ചേ. കൂടുതലും ഇത് നല്ല റണ്ണിങ് ആണ്. ഇപ്പൊ മൂവിങ് കൂടുതലാണ് അല്ലേ. ഈ ഒരു ലെവൻഡറും കൂടി ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ലാവൻഡറില് ഗോൾഡൻ വർക്ക് വരുന്നുണ്ട്. ഗോൾഡൻ വർക്ക് കേട്ടോ. അതിൽ ഷെയ്ഡ് ഉണ്ട് ലൈറ്റ് ഗ്രീൻ. അതിൽ ഗോൾഡും അതുപോലെ തന്നെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും എല്ലാം കൂടി വന്നിട്ടുള്ളതാണ്. ഇത് പെർ മീറ്റർ എത്ര വരും ഏകദേശം? എത്ര വന്നാലും എന്തായാലും നമ്മുടെ വ്യൂസിന് ഡിസ്കൗണ്ട് റേറ്റ് കുറവാണ്. ഞാൻ നോക്കട്ടെ, ഇതിലുണ്ടാവും റേറ്റ്. ഇതില് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇപ്പൊ ആ ഒരു സാരി ഇട്ട ഒരു ഫീലിങ്. സാരിക്കും യൂസ് ചെയ്യാവുന്ന ടൈപ്പാണ്. 250 ഒക്കെ വരും. 250 പെർ മീറ്ററിന് കേട്ടോ. 250 ആണ് വരുന്നത്. അപ്പോൾ ഇത് എടുത്താലും ഏതെടുത്താലും അതിൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ വ്യൂസിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട്, അതായത് ക്രിസ്മസ് പ്രമാണിച്ചിട്ട് ഈ ഒരു ഡിസ്കൗണ്ട്. ലേറ്റസ്റ്റും കൂടിയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ ആണ്. ഇതും ലേറ്റസ്റ്റ് കളക്ഷൻ തന്നെയാണ്. നമ്മൾ നോർമലി ഓണത്തിന്റെ സമയത്ത്, വിഷുവിന്റെ സമയത്ത് കാണുന്നത് ട്രഡീഷണൽ വെയർ. പക്ഷെ ഇപ്പോഴും മൂവിങ് ആണ്. ഇപ്പോഴും ആ ഒരു ഐറ്റം ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചു തോന്നുന്നുണ്ട്. ഷിമ്മറിൽ തന്നെ കേട്ടോ, പല കളേഴ്സ് അവൈലബിൾ. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് വരുന്ന ഒരു മോഡൽ, ഒരു കളക്ഷൻസ്. അതിൽ പലതരം വെറൈറ്റീസ് വരുന്നുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് എന്തായിരിക്കുന്നത്? ഇവിടെയൊക്കെ മെറ്റീരിയൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതെനിക്കറിയാം, മെറ്റീരിയൽ റയോൺ അങ്ങനെ പറ. റയോണിന്റെ ഫുൾ അങ്ങനെ വർക്കോട് കൂടി കളേഴ്സ് വരുന്നുണ്ട്. കളേഴ്സും അതിന്റെ പ്രിന്റുകൾ കേട്ടോ. ഇത് പക്ക പ്യുവർ റയോണിൽ വരുന്നതാണ് കേട്ടോ. അതിൽ ബാന്തിനിയുടെ ടച്ച് വരുന്നുണ്ട്, ബാന്തിനിയുടെ പ്രിന്റ്, നോർമൽ പ്രിന്റ് വരുന്നുണ്ട്. പല പല പ്രിന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ഇത് തന്നെ നമുക്ക് നേരത്തെ ആ ഡിസൈനർ നമ്മൾ കാണിച്ചില്ലേ സാരീസ്, ആ ഡിസൈനർ സാരീസിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഫുള്ള് കാണുന്നത്. ഇങ്ങനെ ചെയ്യിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതെന്തായാലും എനിക്ക് ഇഷ്ടമായി. ഇത് അടിപൊളിയുണ്ട്. പോച്ചമ്പള്ളിയിലല്ലേ? പോച്ചമ്പള്ളി. ഇത് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തതാ ഫുള്ള് കേട്ടോ. അത് മൈലാഞ്ചി വീതി ബോർഡർ വന്നിട്ട് വീതി ഇതാണ് അതിൻ്റെ ലുക്ക് കേട്ടോ. പോച്ചമ്പള്ളി ഡിസൈനിൽ വരുന്നത്. അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി എന്താണ് വെറൈറ്റി കാണിക്കാനുള്ളത്? വെറൈറ്റി തന്നെയാണല്ലോ, പക്ഷെ അല്ലാതെ ഇത് ലിനൻ അല്ലേ? അതെ, ഇത് ലിനനിലാണ് കേട്ടോ. ലിനനില് ഫുൾ ഇതിപ്പോ സാരി ആയിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇതിപ്പോ മുറിച്ച് വേണമെങ്കിൽ മുറിച്ചെടുക്കാനുള്ള ഓപ്ഷൻസ് വേറെ ലിനന്റെ മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയൽ ആണ് നമ്മൾ നേരത്തെ കണ്ടത്. അവിടെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത്. ഓ അങ്ങനെ. ഇത് വരുമ്പോ ഇതും മെറ്റീരിയൽ തന്നെയാണ് അല്ല? ഇത് സാരിയാണ്. സാരി. അപ്പോൾ ആക്ച്വലി ഇവിടെ മെയിനായിട്ട് മെറ്റീരിയൽസ് ആണ്. സാരി കുറച്ച് വെച്ചിട്ടുണ്ട്. അത് ആ ഒരു ബൂട്ടിക്ക് മറ്റേ കലൂരുള്ള അവിടുത്തെ കുറച്ചിങ്ങനെ അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മാത്രം വെച്ചിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ സാരിയുടെ ഒരു ഏരിയ. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി നോക്കാണ്ട്, ഈ സൈഡും കൂടി നോക്കാണ്ട്. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ മെറ്റീരിയൽ തന്നെ. ഇവിടെ ഇതൊക്കെ നല്ല സോഫ്റ്റ് റയോണിൻ്റെ അല്ല. ചേച്ചീനെ കൊണ്ട് പറപ്പിച്ചോളാം. ഇനി എന്താ പറയാൻ പേടിയിട്ട് അല്ല, കുറച്ച് പുള്ളിക്കാരി കുറച്ച് പുള്ളി. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വരാം. പറയും. ഇതൊക്കെ റയോൺസ് ആണ്. റയോണിൻ്റെ മെറ്റീരിയൽ ഇത് പ്രിന്റുകളൊന്നും ഇങ്ങനെ നോക്കിക്കോട്ടെ. നിങ്ങൾ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോണിൻ്റെ ഇത് നോക്കിയേ. ഇത് കോട്ടണിൽ ഇത് കോട്ടണിൽ വലിയ വലിയ പോൾക്കാ ഡോട്ടൊക്കെ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. അതൊക്കെ കുർത്തീസാണ്. ഇത് കുർത്തീസും കുറച്ച് അത്യാവശ്യത്തിന് വെക്കുന്നുണ്ടല്ലേ? പെട്ടെന്ന് ചോദിച്ചു വരുന്നവർക്ക് അത്യാവശ്യം 2 താഴെ. എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുറച്ച് പുറത്തും ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അത്ര വലിയ ഹൈ റേഞ്ച് ഒന്നും അല്ല. പെട്ടെന്ന് ഇപ്പൊ ഈ ഏരിയ ഒക്കെ കുറച്ച് പോഷ് ഏരിയ തോന്നുന്നുണ്ടല്ലോ, VIP. അപ്പൊ പെട്ടെന്ന് അത്യാവശ്യത്തിന് ഓരോ ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഓടി വന്നുമ്പോൾ കിട്ടാവുന്നതാണ്. അപ്പൊ കൂടുതൽ വരുന്നത് മെറ്റീരിയൽസ് ആണ് വരുന്നത്. 2-3 കുർത്തി എടുത്ത് കാണിക്കാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇവിടുത്തെ തന്നെയാണ് 2 പീസിന്റെ ഒരു കളക്ഷനാണ് വരുന്നത് കേട്ടോ. വീനക്ക് ട്രെൻഡി ആയിട്ടുള്ള ഇപ്പൊ വീനക്ക് 2 പീസിന്റെ ഒരു കോൺസെപ്റ്റ് പക്ക തയ്ച്ചു വെച്ച് പറയണ്ടല്ലോ. ചേച്ചി തയ്ച്ചത് എനിക്ക് വേണ്ടിട്ട് അല്ലട്ടോ, വെറുതെ ഇതൊക്കെ റെഡിമെയ്ഡ് ആണ്. പക്ഷെ ചേച്ചി ഇതുപോലെ നമുക്ക് തയ്ച്ചു തരും. നമുക്ക് ശരിക്കും ഇട്ട് തയ്പ്പിച്ച പോലെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി 2 കുർത്തി ഒന്ന് കാണിച്ചത്. ജീൻസിൽ കാന്ത പ്രിന്റിൽ വരുന്നത് കേട്ടോ. പക്ക ജയ്പൂരി കളക്ഷനാണ്. അതുപോലെ കാന്ത പ്രിന്റിൽ വരുന്നതാണ്. പിന്നെ ഇത് വരുമ്പോൾ നമുക്ക് കുർത്തി ഹജ്ജറക്ക് മെറ്റീരിയൽ ആണ്. ഫുൾ ലോങ്ങിൽ കേട്ടോ.
അപ്പൊ അങ്ങനെ ഒരെണ്ണോടി ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ കാണിക്കുന്നു മാത്രം. ഇത് പേസ്റ്റൽ ഷെയ്ഡില് സൈസസ് ഒക്കെ എങ്ങനെ വരാം? സൈസസ് ഇത് എക്സൽ ആണ്. എക്സൽ. ഇത് 3 പാനൽ ആയിട്ട് എന്ന് വെച്ചാൽ ഒരു നടുക്കി കൂടെ ഒരു കട്ട് പോയിട്ട് ഹാൻഡ് വർക്കിന്റെ ടച്ചും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ സ്റ്റാർട്ടിംഗ് ഒക്കെ നമുക്ക് കുർത്തീസിലൊക്കെ എത്ര വരും? കുർത്തീസ് 1000 മുതൽ സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് കുർത്തീസായി. കുർത്തീസിന്റെ ഒരെണ്ണോടി കോട്ട് സെറ്റാന്ന് തോന്നുന്നത്. കോട്ട് സെറ്റ് ആണ്. പാൻറ് പിടിച്ചോ. നല്ല മസ്ലിൻ്റെ ഫാബ്രിക്, നല്ല സോഫ്റ്റ് മസ്ലിൻ്റെ ഫാബ്രിക്കിൽ കോട്ട് സെറ്റ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ, കാരണം റീറ്റെയിലാണ് ഏകദേശം ഒക്കെ റേറ്റ് വേണമെങ്കിൽ പറയാം. ഇതിനൊക്കെ എത്ര വരും ഏകദേശം? ഇത് 2000. 2000 കോട്ട് സെറ്റാണ്, അതും പ്യുവർ മസ്ലിനാണ് കേട്ടോ. അതിൻ്റെ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും. പിന്നെ ഇനി മെറ്റീരിയൽസിലേക്ക് കിടക്കാം. നമുക്ക് മെറ്റീരിയൽസ് ആണ് മെയിനായിട്ട് കാണേണ്ടത്. പറഞ്ഞു. റയോൺ ഇത് കണ്ടു നമ്മൾ. ഇനി ഇവിടുന്ന് പറഞ്ഞേ, ഇത് കോട്ടൺ ആണ്. കോട്ടന്റെ ഫുൾ മെറ്റീരിയൽസ് ആണ് ഈ കാണുന്നത്. അതിൽ പല പല പ്രിന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ ജയ്പൂരി പ്രിന്റിൽ വരുന്നത്. ഇതൊക്കെ നല്ല ബേസ് വൈറ്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. വൈറ്റ് ബേസ് മാത്രമായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ തന്നെ ഡാർക്ക് ചാർട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ ഡാർക്കിൽ അവൈലബിൾ ആണ്. ഇതൊരു ഇക്കത്തിൻ്റെ, ഇത് റയോണാന്ന് തോന്നുന്നു. ഇത് റയോണാണ് കേട്ടോ. ഇത് റയോണിലാണ് ഇക്കത്തിൻ്റെ വരുന്നത്. അതുപോലെ ഇത് ഫുൾ ഓരോരോ പ്രിന്റുകൾ. ഇനിയിപ്പോൾ ഈ പ്രിന്റുകളൊക്കെ മാറി മാറി പോട്ടോ. ഓരോരുത്തർ ഇങ്ങനെ മുറിച്ച് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രിന്റ് അല്ലേ വെക്കുക. എപ്പോഴെപ്പോഴും ഓരോന്ന് വെക്കില്ല. കുറച്ച് തിളക്കണ്ടല്ലോ. ഒരു പാർട്ടി വെയർ, സെമി പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇതൊക്കെ സാരി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? ഡിസൈനർ ബ്ലൗസ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ. അതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതൊന്ന് പറഞ്ഞേ. ഇത് കോട്ടൺ, പക്ക കോട്ടണിലൊരു ബ്രഷ് പെയിന്റ് ചെയ്ത ഒരു ഫീൽ അല്ലേ? അതെ, ഫുള്ള് ബ്രഷ് പെയിന്റ് ചെയ്ത ഒരു ഫീൽ. എന്നാൽ വർക്ക് അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ പോവാൻ ഒരു ചാൻസും ഇല്ല, കംപ്ലൈന്റ് വരില്ല. നല്ല അടിപൊളി മെറ്റീരിയൽ വൈസ് ക്വാളിറ്റി ഉണ്ട് അതിന്. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റയോണിൽ തന്നെ പല പല പ്രിന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. ഇത് ലിനൻ അല്ലേ? ഇത് ലിനന്റെ കുറച്ച് വെറൈറ്റീസ്. ചിലർ ലിനന്റെ കുർത്തീസ് മാത്രം യൂസ് ചെയ്യണവരുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ലിനന്റെ. അതിന് വർക്ക് ഉള്ളതുണ്ട്. ഖാദി കോട്ടൺ ഉണ്ട്. ഇതൊന്നും എടുക്കോ? ഇത് ഖാദി കോട്ടണിൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുർത്തീസിനൊക്കെ യൂസ് ചെയ്യണതാണ് കൂടുതൽ. കുറച്ച് കുർത്തീസ് കോട്ട് സെറ്റ് അങ്ങനെയൊക്കെ ഇത് വേണമെങ്കിൽ തയ്ക്കാവുന്നതാണ് കേട്ടോ. ഖാദി കോട്ടണിൽ വരുന്നത്. അതിന് പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇനി ഇത് കുറച്ച് വെറൈറ്റി അല്ലേ? നേരത്തെ കണ്ട ഷിമ്മറിലല്ലേ വരുന്നത്? അത് ഫുൾ അങ്ങനെ തന്നെ എടുത്തേ. ഇത്രയും നല്ല കളക്ഷൻസ് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ പാടുണ്ട അല്ലേ? ഇത് ഒരു ബനാറസി ടച്ച് വരുന്നുണ്ട് അല്ലേ? ഇതിൽ ജയ്പൂരി വന്ന ബനാറസി ടച്ച്, നല്ലൊരു സിൽക്കി മെറ്റീരിയൽ. അത് മെറ്റീരിയൽ കുറച്ച് നല്ല അടിപൊളിയാട്ടോ. കുറച്ച് റോയൽ ഫീലൊക്കെ കിട്ടുന്ന ഒരു വർക്ക്. ഇത് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു കളക്ഷനാണ്. ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ അടുത്തത്. ഇത് ഓർഗൻസയില്. ഈ സംഭവമൊക്കെ പോവോ? ഇല്ല, വർക്ക് ഗ്യാരണ്ടിയാണ്. ഇത് ഓർഗൻസയില് കേട്ടോ വരുന്നത്. ഓർഗൻസയിൽ തന്നെ അടുത്തത് കണ്ടോ, ചെക്കിൽ വരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു മെറ്റീരിയൽ ആണ് അല്ല അല്ലേ? നേരത്തെ നമ്മളൊരു കണ്ടില്ലേ? ഇതല്ല, അല്ല, വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ കണ്ട ഒരു മെറ്റീരിയൽ ആണെന്നൊരു തോന്നും. പക്ഷെ നല്ല മെറ്റീരിയൽ അല്ലേ ഇത്? ഓർഗൻസും സിൽക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യ ഒരു മെറ്റീരിയൽ. എനിക്ക് പുതിയതാണ് ഈ ഇല്ലേ തോന്നി. പുതിയ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇതിൽ പ്രിന്റ് വരുന്നത് ഇതൊരു ബനാറസി ടച്ച് അല്ലേ? ബനാറസി ടച്ചിൽ അതിൽ ഫുൾ വർക്കോട് കൂടിയിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഈ മെറ്റീരിയൽ കുറച്ച് ഷിമ്മറി ആണ്. നമുക്ക് സാധാരണ ഫങ്ഷന്, സെമി ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ. എനിക്ക് ഈ ഷെയ്ഡൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഒരു ഡബിൾ ഷെയ്ഡ് ഫീൽ ചെയ്യുന്നില്ലേ? നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഇതൊക്കെ എനിക്ക് ഏറ്റവും നീറാക്കില്ല കേട്ടോ. ഞാൻ ഹെൽപ്പ് ചെയ്യില്ല, എനിക്ക് എന്നോട് പറ്റൂല. ഓക്കെ, അടുത്തേക്ക് കിടക്കാം നമുക്ക്. ഇനി ഈ ഒരു സെക്ഷൻ അതെ ചേച്ചി ഇവിടെ എടുത്തിട്ടുണ്ട് കണ്ട. ആ നേരത്തെ സെയിം കണ്ട ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഒരു ഡബിൾ ടോൺ വരുന്ന ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത്. ഒരു 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഇതാ ഡബിൾ ഷെയ്ഡ് തന്നെ കേട്ടോ. അതിന് ഡിഫറെന്റ് കളേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ലൊരു ഇക്കത്തിന്റെ മോഡല് കണ്ടോ, ഇക്കത്തിന്റെ പ്രിന്റ് പോലെ. പക്ഷെ ഈ മെറ്റീരിയൽ കുറച്ച് എനിക്ക് പുതിയതാണ്. ആർക്കെങ്കിലും അറിയാന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരും. എൻ്റെ അറിവിൽ ഇത് ഒരു ഷിമ്മറി എന്നൊക്കെ പറയാം അതിൽ. പക്ഷെ ഡബിൾ ടോൺ ആണ്, കുറച്ച് വ്യത്യാസമുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു മെറ്റീരിയൽ. ഇത് കൂടുതൽ മൂവിങ് അല്ലേ? ഞാൻ പറഞ്ഞത് വെറുതെ ആയിരിക്കും കണ്ട. നല്ല രസമുണ്ട്. ഇതൊക്കെ നല്ല എന്ത് രസമാണെന്ന് നോക്കിയേ. ഡബിൾ ഷെയ്ഡിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ തന്നെ തയ്ച്ചാൽ മതി. അതാകുമ്പോ ലെങ്ത് ഉള്ളതുകൊണ്ട് മെറ്റീരിയലും കുറച്ച് മതി.
ആ ഇങ്ങനെ തന്നെ തയ്ക്കുമ്പോഴേ. ഓ ഓ ആ കണ്ട ബുദ്ധി വന്ന് ഇപ്പൊ തയ്ക്കുന്നതിന്റെ ബുദ്ധി ഇപ്പളാ വരണത്, ഓരോരോ ഐഡിയകൾ ഇപ്പളാ വരണത്. ഇതൊക്കെ ഞങ്ങൾ ഇനി ചെറിയ ചെറിയ ടിപ്സ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷെ അതിന് നിങ്ങൾ നേരിട്ട് വരണം ആ സ്റ്റിച്ചിങ് യൂണിറ്റിൽ, അന്നല്ല ടിപ്സ് ഒക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാണ്ടൊന്നും ഞങ്ങൾ പറഞ്ഞു തരില്ല. പിന്നെ അതിൻ്റെ തന്നെ സെയിം കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇപ്പോഴാണ് കാണുന്നത് ഇതാ ചെറിയ ചെറിയ ആ ഒരു പോച്ചമ്പള്ളി ഡിസൈനിൽ, ഇക്കത്തിൻ്റെ ഡിസൈനിൽ ഇങ്ങനെ വെറൈറ്റീസ്. ഇതൊക്കെ ഏകദേശം എത്ര പെർ മീറ്റർ ഉണ്ടാവും? പെർ മീറ്റർ 240 ഒക്കെ വരും. 240 പെർ മീറ്ററിന് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്ന കുറേ കളക്ഷൻസ്. ഇനി നമ്മുടെ 365 ഡേയ്സ് ഓടുന്ന ജയ്പൂരി കോട്ടൺ. ജയ്പൂരി കോട്ടൺ ആ റൂമിൽ ആ സൈഡിലാണ് വരുന്നത്. ഇതൊക്കെ എന്താ? ഇത് ബിറ്റ് പീസാണ്. എന്ന് വെച്ചാൽ അങ്ങനെ കട്ട് പീസ് ആയിട്ട് അങ്ങനെ ലാസ്റ്റ് വരുമ്പോ അങ്ങനെ ഇടണത്. 50% ഓഫിന് കൊടുക്കും. ആഹാ, ഇതൊക്കെ 50% ഓഫിനാണ്. വേഗം വന്നോട്ടാ, വേഗം കൊണ്ടുപോകാം, 50% കിട്ടുക. അപ്പൊ അടുത്തത് നമുക്ക് ജയ്പൂരി കോട്ടൺ ഒക്കെ ഈ സൈഡിലാണ് വരുന്നത്. അപ്പൊ ഈ സൈഡില് തിരക്കൊക്കെ ഒഴിഞ്ഞാ കുറച്ചൊക്കെ ഒഴിഞ്ഞു. ഞങ്ങൾ ജയ്പൂരി കളക്ഷൻസ് കാണിക്കാനാ വന്നത്. എന്തെങ്കിലും പറയാണ്ട? ഇനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് ജയ്പൂരി കോട്ടൺ നമുക്ക് മാമിനെ കൊണ്ട് പറയിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇത്തിരി പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പേടിയൊക്കെ ഒന്ന് മാറട്ടെ. അങ്ങനെ മാറിയില്ലേ? ഞാനില്ലേ കൂടെ? ഇനി നമുക്ക് കുറച്ച് ജയ്പൂരി കളക്ഷൻസ് ഒന്ന് കാണിച്ചു തന്നെ. ഇതെല്ലാം അതിലകത്ത് പെട്ടുന്നതാണ്. ഇത് ആക്ച്വലി പാന്റും ടോപ്പും അങ്ങനെയായിട്ടാ വരുന്നത് അല്ലേ? ഇത് മിക്സ് ആൻഡ് മാച്ചാ. യു കെൻ ടേക്ക്. ഇപ്പം വേണമെങ്കിൽ ബ്രോഡ് ആയിട്ടുള്ള പാന്റ് വേണമെങ്കിൽ, അല്ലെങ്കിൽ തിൻ ലൈൻസ് വേണമെങ്കിൽ, ഇത് രണ്ടും ഏത് വേണമെങ്കിലും ഇതിന് ചേരും, എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം, ടോപ്പാക്കാം, ബോട്ടം ആക്കാം, നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. മിക്സ് മാച്ച് ചെയ്യാം. പിന്നെ ഇതാകുമ്പോൾ വേറെ ഒരു കളർ കോമ്പിനേഷനാണ്. ഇത് കണ്ടോ? ഇത് ടോപ്പ്, ഇതുപോലെ ബോട്ടം, അങ്ങനെ മിക്സ് മാച്ച് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം ഇതിന്റെ അകത്ത് ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത് ആക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഡിസൈനർ ടീമുണ്ട് നമുക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട്, എല്ലാം കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലേ. അതിന് പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. കലംകാരി പ്രിന്റുകളുടെ, കലംകാരി ഒത്തിരി ഉണ്ട്, അത് കാണിച്ചു തരാം. ഇതൊക്കെ ശരിക്കും സാരി ആയിട്ടൊക്കെ നമുക്ക് തയ്ക്കാനും പറ്റില്ലേ? 200 വെച്ചാണ്. 1 മീറ്ററിന് 200. അങ്ങനെ ഒരു സാരി ആക്കി കഴിഞ്ഞാൽ സാരി ആക്കാം. ഇത് പലരും വരും ഇത് നൈറ്റി ആക്കാൻ വരെ. എല്ലാവർക്കും ഇഷ്ടമാണ്. ബിക്കോസ് ഈ കോട്ടൺ ഭയങ്കര സോഫ്റ്റ് ആണ്, അവർക്ക് വീട്ടിൽ കംഫർട്ടബിൾ ഉണ്ട്. അത് അവർ പറയും ഇത് ചൂടത്തിടാനും ഇത് നല്ല സുഖമാണെന്ന് പറയും. അപ്പൊ ഒത്തിരി പേര് വന്ന് മുറിച്ചോണ്ട് പോകാറുണ്ട് നൈറ്റിക്ക് വേണ്ടിട്ട്. ഓക്കെ, അതിന്റെ തന്നെ ഒത്തിരി കളേഴ്സും ഉണ്ട്, പല ടൈപ്പ്. കണ്ടോ അതിന്റെ പക്ഷെ ഇത് സോഫ്റ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് കൂടുതലാ. അപ്പൊ ഇത് നമുക്ക് നൈറ്റിയോ സാരീസോ എന്ത് വേണമെങ്കിലും, കുർത്തീസോ എങ്ങനെ വേണമെങ്കിലും ഡെയിലി വെയറിനൊക്കെ നമുക്ക് ഓഫീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് വേറെ ഒരു ടൈപ്പ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ടോപ്പ് വേണമെങ്കിൽ ബോട്ടം വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മിക്സ് മാച്ച് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ അത് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ കാണുന്നത് മൊത്തം നമുക്ക് ആ ഒരു കോട്ടന്റെ സെക്ഷനാന്ന് തോന്നുന്നുണ്ട്, ഈ ഫുൾ സെക്ഷൻ വരുന്നത്. അതിൽ പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ അടിയിൽ നോക്കുകയാണെങ്കിൽ അടിയിലുണ്ട്, മുകളിൽ നോക്കുകയാണെങ്കിൽ മുകളിലുണ്ട്. ഇത് ജയ്പൂരി കോട്ടന്റെ തന്നെ സാങ്കനീറ് പ്രിന്റില്, ബ്ലോക്ക് പ്രിന്റിൽ വരുന്നുണ്ട്, ത്രെഡ് വർക്കിൽ വരുന്നുണ്ട്. ഇത് ത്രെഡ് വർക്ക് ഇത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഇത് പക്ഷെ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇത് ബോട്ടം ആൻഡ് ഇത് ടോപ്പ്. സെറ്റ് ആയിട്ട് ഞാൻ തന്നെ ഇത് സെറ്റ് ആക്കി, ഇതിന് ഷോളും ഉണ്ടാക്കിയിട്ട് എന്റെ മറ്റേ 2 കടകളിൽ ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണണമെങ്കിൽ അങ്ങോട്ട് പോണ്ടി വരും. അത് സെറ്റ് ആയിട്ട് ഇവിടെ ആവാൻ മനുഷ്യർക്ക് വേണമെങ്കിൽ വേറെ കളേഴ്സ് അവർക്ക് തന്നെ മുറിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ചേക്കുന്നത് ഇവിടെ മെറ്റീരിയൽസ് ആയിട്ട് തന്നെ. അതിന്റെ തന്നെ ഗ്രീനും ഉണ്ട്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ. യു ഡോണ്ട് നീഡ് ടു റൺ. ഇത് ടോപ്പ് ആവും, ബോട്ടോ ആയി. അതെ, എല്ലാത്തും ഇവിടെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിന്റെ തന്നെ ലൈനിങ്സ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഫുൾ ലൈനിങ് അല്ലെ. ഇത് ലൈനിങ്ങിന്റെ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ഞാൻ ക്രിസ്മസിന് വേണ്ടി എടുത്തേക്കുന്ന സാധനമാണ്. ഞാൻ ഇത് സാരി ആക്കിയിട്ടുണ്ട് ഓൾറെഡി വിത്ത് ഡിസൈനിങ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇറക്കുമതി ചെയ്തിട്ടില്ല, ക്രിസ്മസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് വൈറ്റ് ആൻഡ് 2 ടൈപ്പ് ഓഫ് പ്രിന്റ്സ് വെച്ച്. പ്രിന്റ്സ് അല്ല, വീവിംഗ് തയ്ച്ചേക്കുന്നത്. വീവിംഗ് ആണ് കേട്ടോ, ഫുൾ വീവിംഗില്. ഇനി ഇതിനെ പറ്റിയ ലൈനിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ലൈനിങ് നോക്കുകയാണെങ്കിൽ ഫുൾ ലൈനിങ്ങിന്റെ എല്ലാം എന്ന് പറയുമ്പോ 2x1 2x2 ക്രേപ്പ് സാറ്റൻ. അപ്പൊ ഒന്ന് പറഞ്ഞേ, കേറിക്കോ. എന്റെ കടയില് എന്താ അയ്യോ എന്ന് പറയണ, കേറ്. ഇന്ന് വിടാനുള്ള ഉദ്ദേശമില്ല ഞാൻ. പറ. ഇത് കോട്ടൺ 2x1 2x2 ഉണ്ട്. 2x2 ആ സൈഡിൽ വരും, 2x2 അവിടാണ്. ഇതെല്ലാം 2x1 ആണ്. ഈ ഫുൾ ഇരിക്കുന്നത് ഇത് മുഴുവൻ സാറ്റിൻ ആണ്. ഇത് സാറ്റിൻ, ഇത് ഷിഫോൺ. ഷിഫോണിന്റെ ഒക്കെ കളേഴ്സ് പ്ലെയിനിലാണ് വരുന്നത് കേട്ടോ ഒക്കെ ഇരിക്കുന്നത്. ഇതൊരു സിൽക്ക് ആണ്, കോട്ടൺ സിൽക്കിന്റെ.
പിന്നെ ക്രേപ്പിന് വരുന്നുണ്ട്, റോ സിൽക്കിന്റെ ഉണ്ട്, റോ സിൽക്ക് ഈ ഒരു സെക്ഷൻ, റോ സിൽക്ക്, സാറ്റിന്റെ കുറെ, സാറ്റൻ, സാറ്റൻ, ജിമിച്ചു, എന്തൊക്കെയോ വായിൽ വരുന്ന ആ പേരുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊരു നെറ്റും മറ്റേ സൂപ്പർ നെറ്റും ഒക്കെ പോലത്തെ ടൈപ്പ്. ഓ, സൂപ്പർ നെറ്റിന്റെ കുറച്ചുകൂടി സോഫ്റ്റ് ഫാബ്രിക്കിൽ വരുന്നത്. ഇത് നമ്മുടെ ക്രഷ്ഡ്, ഇത് പ്രിന്റ്, ഇതിന്റെ പ്ലെയിനും ഉണ്ട് ഇങ്ങനത്തെ ദീസ് ടൈപ്പ്, ആൻഡ് ഇതിന്റെ പ്രിന്റഡും ഉണ്ട് ടൈപ്പ്. ഇത് ആക്ച്വലി എന്തിനാ യൂസ് ചെയ്യണമെന്ന് ഇത് സ്കേർട്സ്, പിള്ളേർക്ക് സ്കേർട്സ്. ആ അതന്നെ, സ്കേർട്ടിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ മെയിൻ ആയിട്ട്. സ്കേർട്ടിന് നമുക്ക് പല അളവില്, നീ ലെങ്ത് വേണോ, ഷോർട്ട് വേണോ, ഫുൾ ലെങ്ത് വേണോ, അതിനുള്ള പല പല കളേഴ്സ്, പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. കണ്ടോ, നല്ല പ്ലെയിനും ഉണ്ട് പ്രിന്റും ഉണ്ട്. ക്രഷ് മെറ്റീരിയൽ അല്ലേ, ക്രഷ്ഡ് മെറ്റീരിയൽ, ക്രഷ്ഡ് മെറ്റീരിയൽ. എന്നാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കും കൂടിയാണ് വരുന്നത്. പിന്നെ ഏറ്റവും കോസ്റ്റ്ലി എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ് ഇസ് ബ്രൊക്കേഡ്. ഓണത്തിന്റെ സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഇതായിരുന്നു ബ്ലൗസുകൾ നമ്മൾ കൊടുക്കുന്നത്. സാരിയായിട്ട് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇച്ചിരി റേറ്റ് കൂടും. റേറ്റ് കൂടും. കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണമെന്ന് പറയും. ഞാൻ തന്നെ ഇപ്പോൾ ഇട്ടേക്കുന്ന ബ്രൊക്കേഡ് ആണ് ബ്ലൗസ്. ബ്രൊക്കേഡ് ബ്ലൗസ് വരുമ്പോൾ ഇറ്റ് വിൽ ബി കുറച്ച് ചിലത് നല്ല കോസ്റ്റ്ലി ആണ്. അപ്പൊ ഇത് നമുക്ക് ബ്ലൗസ് ആയിട്ട് ആകുമ്പോൾ നമുക്കൊരു ഡിസൈനർ ആ ഫീലിംഗ് നമുക്ക് കിട്ടും. അതിൽ ഈ ബ്രൊക്കേഡിന്റെ പല 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 ടൈപ്പ് ഉണ്ട്, പല വീവിങ്ങിൽ വരുന്നതാണ് കേട്ടോ. ഇത് ഫുള്ള് വരുന്നത് കണ്ടോ, പല വീവിങ്ങില്. അപ്പൊ കുറച്ച് കോസ്റ്റ്ലി ആന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു റേറ്റ് പറയാൻ പറ്റും, മീറ്ററിന് പറയാൻ പറ്റുന്ന വെച്ചാൽ പറഞ്ഞാൽ മതി. ഇത് 290 പെർ മീറ്റർ കേട്ടോ, 290. അപ്പൊ ഒരു ബ്ലൗസ് തയ്ക്കുമ്പോ നമുക്ക് അത്രേ പറഞ്ഞുള്ളൂ. എന്ന് വെച്ചാൽ 1 മീറ്ററിൽ വേണ്ടു സാധാരണ ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ട്. പിന്നെ ഒരു തയ്ക്കാനായിട്ട് ഇതാ ഇവിടെ അപ്പുറത്ത് തന്നെ നമുക്ക് യൂണിറ്റ് കാണിച്ചു കൊടുത്താലോ. ഡിസൈനർ ടീം, കുഞ്ഞിതായാലും വലുതായാലും തയ്പ്പ് നടക്കണില്ല, നമ്മൾ ഇടുന്നത് പെർഫെക്റ്റ് ആവണില്ല. അതുകൊണ്ട് ചെറിയ റൂമിൽ ഒരു മെഷീൻ ഉണ്ടായിട്ട് അത് തയ്ച്ച് നമ്മൾ ഇടുമ്പോ ആ ഒരു പെർഫെക്ഷൻ ആണ് നമുക്ക് വേണ്ടത്, ചെറുതോ വലുതോ ഒന്നല്ല അല്ലേ. അപ്പൊ ഇനി യൂണിറ്റിലേക്ക് പോവാം. ഇതാണോ യൂണിറ്റ്? ചെറിയൊരു യൂണിറ്റ് മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രസ്സ് തയ്ക്കണെങ്കിൽ തയ്ച്ച് ഇടുമ്പോ അത് പെർഫെക്റ്റ് ആയാൽ മതി. ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ളതാ? കഴിഞ്ഞിട്ടുള്ളത്. ഓ, 2 ആർക്കും കൊടുക്കാനായിട്ട് കവറൊക്കെ ആയിട്ട് റെഡി ആക്കി വെച്ചിക്കാണ് കസ്റ്റമറിന് അല്ലേ. ഇത് പാന്റ്, അതിന്റെ ടോപ്പ് നമ്മൾ അവിടെ കണ്ട മെറ്റീരിയൽ തന്നെ അല്ലേ. അതില് പാച്ച് വർക്ക് ഒക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്യിപ്പിക്കില്ലേ? ഇങ്ങനെ വർക്ക് ചെയ്ത് ഒക്കെ ചെയ്യിപ്പിച്ച് തരും. ആഹാ, അപ്പൊ മെറ്റീരിയൽ മാത്രമല്ല അതിന്റെ എംബ്രോയിഡറി വർക്ക് എല്ലാം ചെയ്തിട്ട് വിടുള്ളൂ. ഓക്കെ, ഇത് ജയ്പൂരി കോട്ടൺ ആണെന്ന് തോന്നുന്നു. ജയ്പൂരി കോട്ടൺ. അതിന്റെ പാന്റ്, ദുപ്പട്ട അടക്കാണോ? ദുപ്പട്ട സെപ്പറേറ്റ് ഉണ്ട്, ഇത് സെപ്പറേറ്റ് ഉണ്ട്, സെറ്റ് ആയിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, ഇതൊന്നും നിവർത്തുണ്ട്, വീണ്ടും മടക്കിക്കോട്ടെ. ഇതാ അതുപോലെ ഇത് ഇവിടെ എനിക്ക് തോന്നുന്നു കട്ടിങ് ടേബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് മോഡലാണല്ലോ, മോഡൽ സിൽക്ക്. ഇത് മെറ്റീരിയൽ മുറിച്ച് ഇല്ല, ഇത് സാരിക്കാണ്. ബ്ലൗസ് തയ്ക്കണം, ബ്ലൗസ് മെറ്റീരിയൽ, ബ്ലൗസ് തയ്ക്കാൻ കൊണ്ടുവന്നേക്കണേ. ഇത് സാരി അവര് കൊണ്ടുവന്നതാ. അപ്പൊ ഇത് ബ്ലൗസ് നമ്മുടെ ഇവിടെ നിന്ന് എടുത്തിട്ട് തയ്പ്പിക്കണം. ഇതാ ഇതാണ് ഇതിന്റെ ബ്ലൗസ്. അവര് കോൺട്രാസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ബാന്തിനി ടച്ചിൽ അങ്ങനെ കൊടുത്തിരിക്കണം. ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് ചെയ്യണ ഒരു മെഷീൻ. ഇവിടെ എന്തോ തയ്ച്ചോണ്ടിരിക്കുന്നു അടുത്തേക്കാണ്. ഇതെന്താ തയ്ക്കണേ? ഇത് കുർത്തിയാണ്. കുർത്തി തയ്ച്ച എടുക്കണോ? ഇല്ല വേണ്ട കേട്ടോ, ചേച്ചിട്ടാണെങ്കിൽ അത് പെർഫെക്ഷൻ പോവും. ഇത് ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇത് ഉള്ളിൽ ഇങ്ങനെ കോളർ തയ്ച്ചോണ്ടിരിക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ പിടിച്ചു വെച്ച് അങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ തന്നെ നമുക്ക് ഇട്ട് നോക്കി എല്ലാം കഴിഞ്ഞ് പെർഫെക്റ്റ് ആണോ നോക്കിട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. ഇനി കുറച്ചുകൂടി മെറ്റീരിയൽസ് കാണിച്ചാലോ? അപ്പൊ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഇനിയും കാണിക്കാനുണ്ട്. ഇനിയിപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ചാലോ? അതെ. ഇതെന്താ ബ്ലൗസ് പീസ് ആണ്, 2x2 മുന്തിയ ഐറ്റം. പ്ലെയിൻ മാത്രം വേണ്ടവർക്ക് പറയുകയാണെങ്കിൽ അവർക്കുള്ള ഒരു കളക്ഷൻസ് ആണ്. അതില് എല്ലാ തരം കളേഴ്സ് അവൈലബിൾ ആണല്ലോ. ഇത് ഫുൾ കളർഫുൾ ആയിട്ടിരിക്കണം. അപ്പൊ അടിയിൽ നോക്കുകയാണെങ്കിൽ എന്താ? അടിയില് റണ്ണിങ് മെറ്റീരിയൽ, നെറ്റിന്റെ മെറ്റീരിയൽ ആണ്. ഗൗണിനൊക്കെ പറ്റിയതല്ലേ? ലെഹങ്ക. കല്യാണ പാർട്ടികളൊക്കെ ഒത്തിരി വരാറുണ്ട് ഇവിടെ. ഓ, കല്യാണ പാർട്ടിക്കൊക്കെ പറ്റിയിട്ടുള്ള ഗൗൺസ്, ലെഹങ്കാസ്, അങ്ങനത്തെ വെറൈറ്റീസ് ആണ് കേട്ടോ. അതിൽ പല പല മെറ്റീരിയൽസിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോ ഫുൾ ഇത് നല്ല ചിക്ചാക്ക് അല്ലേ, നല്ല അടിപൊളി. അതിന്റെ തന്നെ കളർ ചേഞ്ച് വരുന്നുണ്ട്. ഇതൊരു ഡിഫറെന്റ് കളർ വരുന്നുണ്ട്. അതിന്റെ തന്നെ കുറെ കളേഴ്സ് ഉണ്ട്. ഇത് നെറ്റില്, ഇത് അതുപോലെ തന്നെ നെറ്റിൽ ചെയ്തതാണ്, ഞാൻ ഗൗൺ ആക്കിയേക്കുന്നതാണ് ഒരെണ്ണം. ഇതൊരു പീസ് നെറ്റ് പുറത്ത്, അകത്ത് വേറെ ഇത് വെച്ചിട്ട് ചെയ്തേക്കാണ്.
ഇത് നമ്മുടെ ഓൺ ഡിസൈനർ ആണ് അല്ലേ? ഓക്കെ നെറ്റ് ചെയ്തേക്കാണ്. പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ സത്യം നല്ല രസമായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടെ കണ്ടോളൂ. ആഹാ, ഇത് നല്ല ഹെവി ഗൗൺ ആണ് ഇത് ശരിക്കും. ശരിക്കും ഈ ഒരു തുണിയൊക്കെ നമ്മൾ അവിടെ വെറുതെ ഇരിക്കണ കാണുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇപ്പഴാ അറിയണല്ലേ. ആ പീസ് വെച്ച് ലൈനിങ് ആണ് അകത്ത്. അത് പക്ഷെ പുറത്ത് വരുമ്പോ എന്തൊരു ഭംഗിയാന്നോ. അതെ, പക്ഷെ നല്ല തുണിയാണ് കേട്ടോ ഉള്ളിൽ ലൈനിങ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നെറ്റിന്റെ തുണി, അതും നല്ല സോഫ്റ്റ് നെറ്റ്. ഇതൊക്കെ ശരിക്കും നല്ല മെറ്റീരിയൽ. സാമ്പിൾ ഗൗൺസ് ഞാൻ ചെയ്തു വെച്ചേക്കുന്നതാണ്. പറഞ്ഞാൽ അതുപോലെ തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തു തരും. അത് നിങ്ങളുടെ ഐഡിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചർ ഫോട്ടോ തന്നാലും മതി, ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ ഒരു സാമ്പിൾ മാത്രം കേട്ടോ. എന്തായാലും രണ്ടും ഇഷ്ടമായി, നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഫുൾ ഇത് ഇവിടെ തന്നെ ഉണ്ടാവില്ല റണ്ണിങ് മെറ്റീരിയൽ. ഓക്കെ ഡൺ. അപ്പൊ ഇനി ഇവിടെ എന്താ നെറ്റിന്റെ മെറ്റീരിയൽ, നെറ്റില് നമുക്ക് ബുട്ടിക്കിന്റെ തന്നെ എംബ്രോയിഡറിയില് വർക്ക് വരുന്നത്. ഇനി നമ്മൾ എന്ത് കാണിക്കും? ഫ്രോക്ക് കാണിക്ക് അതന്നെ കാണിക്ക്. ആള് പറയുന്നില്ല, വേണ്ടല്ല. ഫ്രോക്കൊക്കെ തയ്ക്കാൻ പിള്ളേർക്കൊക്കെ പിള്ളേർക്കും അതുപോലെ ലാച്ചൊതുക്കി തയ്ക്കാം. അതുപോലെ തന്നെ ഗൗൺസിനും അതിന് കളർ ചേഞ്ച് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടതിന്റെ ഒരു ഡിഫറെന്റ് കളർ ചേഞ്ച് ആണ്. ഒരു യെല്ലോ ഷെയ്ഡും അതുപോലെ ഈ ഷെയ്ഡും വരുന്നുണ്ട്. ഇത് എന്തിനു യൂസ് ചെയ്യാം കൂടുതൽ? ലാച്ചര പാവാടയ്ക്ക് അല്ലേ? പാവാട അതുപോലെ ക്രോപ്പ് ടോപ്പിന്റെ ഭാഗത്തേക്ക് വരുമ്പോ ആ ഒരു പോർഷന് നമുക്ക് തയ്ക്കാൻ പറ്റും. ഫ്രോക്ക് തയ്ക്കായതുകൊണ്ട് ഫ്രോക്കും തയ്ക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഒക്കെ ഞാനിങ്ങനെ വലിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ ഉണ്ടോ? ഇതൊക്കെ മീറ്റർ വൈസ് മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ മീറ്ററിന് എത്ര? അതൊക്കെ 400 ആ ഒരു റേഞ്ച്. ഇതൊക്കെ വെറൈറ്റീസ് ആണ് കേട്ടോ. ഇതൊക്കെ നല്ല നല്ല അടിപൊളി കളറ് അല്ലേ, ഉദിച്ചു നിൽക്കുന്ന നല്ല അടിപൊളി കളർ. ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ കാണുന്നത്, അവർക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ? 20% എല്ലാത്തിനും ഉണ്ട് ഡിസ്കൗണ്ട്. കൊടുക്കില്ലേ? കൊടുക്കും. പോരെ, ക്രിസ്മസ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ 20% ഡിസ്കൗണ്ട്. ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്തോ. 20% ഡിസ്കൗണ്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളത്. ഇനി എന്താണ്? ഇതൊക്കെ റയോൺ മെറ്റീരിയൽസ്. റയോണ്ട് ഇങ്ങനെ ഞാൻ നിലത്തേക്ക് ഇടുന്നുണ്ട്. റയോണ്ട് അതെ, അതും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതൊക്കെ വരുന്നത് പല പല പ്രിന്റില്. ഇതൊക്കെ ത്രെഡ് വർക്കില്, ഇത് ത്രെഡ് വർക്കിലാണ് കേട്ടോ. ഇതൊക്കെ ക്രിസ്മസിന്റെ കളക്ഷൻസ് ആണ്. ക്രിസ്മസിന് ഗൗൺസ് തയ്ക്കാം, ബ്ലൗസ് പീസ് തയ്ക്കാം, യോക്കിന്റെ ഭാഗത്ത് പാച്ച് വർക്ക് ചെയ്യാം. ഇതാ കട്ടായിട്ട് നമുക്ക് കുറച്ചായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഫുൾ പ്രിന്റ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒളിപ്പിച്ച് നോക്കാം. നമുക്ക് വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ബ്രൊക്കേഡിന്റെ അതിന്റെ വേറെ കളേഴ്സ് ഉണ്ട്. ഇതിന്റെ തന്നെ കളക്ഷൻസ് നമ്മൾ 200ന്റെ പറഞ്ഞില്ലേ, 200 250 200 ആ റേഞ്ചിന്റെ കേട്ടോ. ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ടോപ്പൊക്കെ തയ്ക്കാൻ പറ്റും. പട്ടുപാവാടയുടെ മോഡലിലേക്ക് അങ്ങനെ പാച്ച് വർക്ക് ചെയ്യാം. അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. ലഹറിയ മോഡൽ ഉണ്ട്. ഈ മൂന്നാമത്തെ എടുത്തേ ഇത് അത് കുറച്ച് നല്ലതായില്ലേ, നല്ല വലിയ വർക്ക് കേട്ടോ. അപ്പൊ ഇതും സെയിം തന്നെയാ ആയിരിക്കുന്നത്. സെയിം തന്നെയാണ് കേട്ടോ, ഫുൾ വർക്ക് വരുന്നത്. പിന്നെ ഈ കാണുന്നത് മൊത്തം റയോൺ അല്ലേ? ഇത് ഫുൾ റയോൺ. ഇതൊക്കെ നമുക്ക് കൂടുതൽ കുർത്തീസിനാണ് ഉപയോഗിക്കാൻ. ഡെയിലി വിയർ കുർത്തീസ് തയ്ക്കാൻ വേണ്ടി നല്ലതാണ് അല്ലെ? കുറച്ചുകൂടി സോഫ്റ്റ് കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ ഈ ഒരു. അപ്പൊ ഇതൊക്കെ റയോണിന്റെ കളക്ഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ കുറച്ച് അവിടുന്ന് ഇവിടെ നോക്കി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ലൊക്കേഷൻ വരുന്നത് ജോസ് ജംഗ്ഷനിൽ, എറണാകുളത്തെ ജോസ്. അത് നമുക്ക് മാഡത്തിനെ കൊണ്ട് സംസാരിക്കാം. മാഡം എന്താ ഭയങ്കര മാനേജറായിട്ട് ഭയങ്കര കാര്യമായിട്ടുള്ള ഡിസ്കഷനിലാണ്. നമുക്കേ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ മാനേജർ, കമോൺ. എല്ലാവരും പോയോ? ഫുൾ ടീം എവിടെ ചേച്ചി? ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് ജോസ് ജംഗ്ഷൻ ആണ്. എവിടെ? എറണാകുളം ജോസ് ജംഗ്ഷൻ. നേരെ രാമവർമ്മ ക്ലബ്ബ്, ഒരു പഴയ ക്ലബ്ബ്, വെരി ഫേമസ് ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ബിൽഡിംഗ്. ബിൽഡിങ്ങിന്റെ ഒരു പേര് മുത്തൂറ്റ് റോയൽ ടവേഴ്സ്. റോയൽ ടവേഴ്സ് അല്ല, അത് ആള് കൂടുതൽ അവിടെയാണ് ഡീൽ ചെയ്യണത്. അതാണ് അവിടുത്തെ കാര്യം. അപ്പൊ മുത്തൂട്ട് റോയൽ സ്ക്വയർ ഈ ബിൽഡിങ്ങിന്റെ പേര്. കല്ലൂരാണെങ്കിൽ മുത്തൂട്ട് റോയൽ ടവർ. അപ്പൊ പിന്നെ കോൺവെന്റ് ജംഗ്ഷനിലുണ്ട്. അങ്ങനെ 3 കടയുണ്ട്. അപ്പൊ എവിടെ വിളിച്ചാലും ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ 3 കടയിലും ഡിഫറെന്റ് ഐറ്റംസ് ആയിരിക്കുന്നത് അല്ലെ. മറ്റേ കല്ലൂരാണെങ്കിൽ നമുക്ക് ഡിസൈനർ പീസസ്, കല്ലൂരും കോൺവെന്റ് ജംഗ്ഷനിലും ഡിസൈനർ പീസസ് ആണ് മെയിൻ കൂടുതലും വെച്ചേക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് മെറ്റീരിയൽസ് തന്നെ.
അത് നമുക്ക് ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. പിന്നെ എല്ലായിടത്തും സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്, നമുക്ക് ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ അളവിൽ നമുക്ക് തയ്ച്ച് തരുന്നതായിരിക്കും. അതും വരെ ഇവിടെ ഇല്ല, അതിന് പൈസ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. അപ്പോൾ മറക്കണ്ട, റീറ്റെയിലാണ്, ഇഷ്ടമനുസരിച്ചിട്ട് മുറിച്ചെടുക്കാം, ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. മാനേജർ കൈവിട്, ഒന്ന് ബൈ പറ.